ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാ. ഓം പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത്സുഖം പരമഹംസഗതിം തുരീയം യസ്വപ്നജാഗരസുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം ന ച ഭൂതസംഗഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ വളരെ ഭവ്യമായ ഭഗവത്ഗീതയെ അനുസന്ധാനം ചെയ്തുകൊണ്ടുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. തൊട്ടു മുൻപ് 18ാമത്തെ ശ്ലോകം പൂജ്യസ്വാമിജി ഇവിടെ വളരെ വ്യക്തമായി നമ്മളെ ബോധിപ്പിച്ചു കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലവും അവിടെ ശ്രീ നാരായണ ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളുടെ പ്രവർത്തനവും അവർ നൽകിയ അനുഗ്രഹ ബുദ്ധിയുമാണ് നിരന്തരമായ ഗുരുപരമ്പരയുടെ ആ അനുഗ്രഹ ബുദ്ധിയിലാണ് നമുക്കും ഇവിടെയൊക്കെ ഒത്തുചേരാൻ സാധിക്കുന്നത്. ഗുരുദേവൻ്റെ ഓർമ്മകളെ നമ്മുടെയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് സ്വാമിജി ഈ ഒരു സമയം നമുക്ക് നൽകിയിരിക്കുകയാണ്. എത്രയോ മഹാത്മാക്കളെ കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ ഇവിടെ ജനിക്കുവാനും ഇവിടെ സത്സംഗത്തിന് എത്തിച്ചേരുവാനും അതിൽ കുറച്ച് ദിവസമെങ്കിലും മറ്റെല്ലാ വ്യവഹാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുവാനും സാധിക്കുന്നവരെ സംബന്ധിച്ച് അത് സുഹൃതമാണ്. ഇപ്പോൾ തുടക്കത്തിൽ രജീന്ദ്ര മാസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ ഒരു നിമിഷം പോലും പാഴാക്കാതെ പൂർണ്ണമായിട്ടും ഈ സത്സംഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങളെ ശ്രവണം ചെയ്യുക, തുടർന്ന് മനനം ചെയ്യുക, നിധിധ്യാസനത്തിലൂടെ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനെ ഒരു കൃതാർത്ഥതയിലേക്ക് നയിക്കും. കാരണം 7 ദിവസമുണ്ട്. 7 ദിവസം കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 7 ദിവസം കൊണ്ട് സാധിച്ച ചരിത്രം നമുക്കറിയാം. പണ്ടൊരാൾ 7 ദിവസം കൊണ്ട് മോക്ഷത്തിലേക്ക് ഉയർന്നു. ഇവിടെ പലരും ഭാഗവതാചാര്യന്മാരൊക്കെ ഉണ്ട്. അന്ന് പരീക്ഷത്തിനുണ്ടായൊരു ഗുണം, നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്തേ ഉള്ളൂ, ഡേറ്റ് ഓഫ് ഡെത്ത് എപ്പോഴാണെന്ന് അറിയില്ല. പക്ഷെ പരീക്ഷത്തിന് അതുകൂടി അന്ന് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. അതുകൊണ്ട് 7 ദിവസമേ എനിക്കിനി ആയുസ്സുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ 7 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ചിന്തയിൽ അവിടെ ഈശ്വര വിചാരം മാത്രമാണ് എന്നുള്ള ബോധത്തിൽ നേരെ ഗംഗാതീരത്തേക്ക് പോവുകയും അവിടെ പരിപൂർണമായിട്ടുള്ള ഈശ്വര വിചാരത്തിൽ ആമഗ്നനായിരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യഭാവം പ്രകടമാവുമ്പോൾ അവിടേക്ക് ഗുരു എത്തിച്ചേരും എന്നുള്ളത് അനാദിയായ കാലത്തിൻ്റെ നീതിയാണ്. അവിടെ ശ്രീ ശുക ബ്രഹ്മർഷി എത്തിച്ചേർന്നു. പരീക്ഷിത്ത് ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. പക്ഷേ ആ പരീക്ഷത്തിൻ്റെ ആ ഒരു മനോദാർഢ്യവും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ആ കാഴ്ചപ്പാടും അതിനനുസരിച്ച് അവിടെ ഇരുന്നപ്പോൾ അവിടത്തേക്ക് ശ്രീ ശുക ബ്രഹ്മർഷിയും അനേക സജ്ജനങ്ങളും എത്തിച്ചേർന്ന് അവിടെ പരമതത്വത്തെക്കുറിച്ച് 7 ദിവസം വിചാരം ചെയ്തപ്പോൾ തക്ഷകന് പിന്നെ ശ്രീ പരീക്ഷത്തിനെ വധിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നശിപ്പിക്കാനേ സാധിച്ചുള്ളൂ. ആദ്യം മരണഭയത്തോടു കൂടി പോയ പരീക്ഷിത്ത് 7 ദിവസം കൊണ്ട് അമൃതത്വത്തെ പ്രാപിച്ചുവെങ്കിൽ ആ ഭാവത്തോടുകൂടി ജീവിച്ച് ആ ഭാവത്തോടുകൂടി നമ്മൾ ഇതിനെ ശ്രവണം ചെയ്താൽ നമുക്കും ആ ദിവസം മതി. അതിനേക്കാൾ കുറഞ്ഞ ദിവസത്തിൽ ഗണ്വാങ്കനൊക്കെ നാഴികൾ കൊണ്ടത് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കാലയളവൊന്നുമില്ല. നമ്മുടെ പാത്രത്വം, നമ്മുടെ ശ്രദ്ധ, സ്വാമിജിയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ശ്രദ്ധ എത്രയുണ്ടോ അതിനനുസരിച്ച് ഫലവും ലഭിക്കും. ഇവിടെ നമുക്ക് 19ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുവാനുള്ളത്. ഒരു ശ്ലോകം കൊണ്ട് ഏകദേശം 1-1.25 മണിക്കൂർ പോകേണ്ടി വരും.
അത് കുഴപ്പമില്ല. സ്വാമിജി കൃപാപൂർവം 1/4 മണിക്കൂർ സ്വാമിജി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 19ാമത്തെ ശ്ലോകം നോക്കാം. ഇഹൈവ തർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ചൊല്ലാവുന്നല്ലേ? ഇഹൈവ തർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഇഹ ഏവ തൈഹി ജിതഃ സർഗഃ ജിതഃ. ഇവിടെ തന്നെ അവർ കാലത്തെ അതിക്രമിക്കുന്നു. ഇവിടെ തന്നെ അവർ കാലത്തെ അതിക്രമിക്കുന്നു. ആരാണ് കാലത്തെ അതിക്രമിക്കുന്നവർ? യേഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ ആ ഒരു മനസ്സ്, ആരുടെ അന്ധകരണം ആ സാമ്യത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവർ ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാലത്തെ അതിക്രമിക്കുന്നു. എന്തുകൊണ്ടാണ്? നിർദോഷം ഹി സമം ബ്രഹ്മ. ബ്രഹ്മം നിർദോഷമാണ്, ദോഷരഹിതമാണ്, അത് സമമാണ്. തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. അതുകൊണ്ട് അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ. അതായത് ആരാണോ ബ്രഹ്മതത്വത്തെ അറിയുന്നത് അവർ കാലദേശാധിഗമ്യമായിട്ട് ആ ബ്രഹ്മസ്വരൂപമായി മാറുന്നു. അപ്പോൾ ബ്രഹ്മതത്വത്തെ അറിഞ്ഞവർ ബ്രഹ്മമായി മാറുന്നു. അവർക്ക് കാലപരിമിതിയില്ല, ദേശപരിമിതിയില്ല. അവരുടെ ഉപാധിഗതമായിട്ട് അവർക്ക് ഈ വ്യവഹാരത്തിലുള്ള എല്ലാം ഉണ്ടാവും. ജനനമുണ്ട്, മരണമുണ്ട്, മാറ്റങ്ങളുണ്ട്, എല്ലാം ഉണ്ടാവും. പക്ഷെ ഉപാധിയെ മാറ്റി നിർത്തിയാൽ, തൻ്റെ അന്ധകരണം പരിപൂർണമായിട്ടും ആ ഉപാധിരഹിതമായ ഭാവത്തിൽ ഉറച്ചിരുന്നാൽ അവർ കാലദേശാധിവർത്തിയായിട്ട് നിൽക്കുന്ന ബ്രഹ്മസ്വരൂപം തന്നെയായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് പറയുന്നു അവർ കാലത്തെ അതിക്രമിച്ചവരാണ്. കാലത്തെ അതിക്രമിക്കുവാൻ ആർക്ക് സാധിക്കും? കാലത്തെ അതിക്രമിക്കുവാൻ മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഈ ജനന മരണ ചക്രത്തെ അതിക്രമിക്കുവാൻ സാധിക്കും. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ ആ ധന്യതയും. പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾക്ക് കേൾക്കാം 84 ലക്ഷം ജീവയോനിയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. അപ്പം ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ ഒരുപാട് ദൗർബല്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ട് താനും. എന്നിട്ടും നമ്മുടെ ആചാര്യന്മാർ ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം എന്ന് പറയുവാൻ കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ, അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെക്കാളും എത്രയോ ഇന്ദ്രിയ ശക്തി എല്ലാ വിഷയത്തിലും മറ്റ് ജീവജാലങ്ങൾക്കുണ്ട്. നമ്മളെക്കാൾ കണ്ണ് കാഴ്ചശക്തി കൂടുതലുള്ള ജീവജാലങ്ങളുണ്ട്. ഒരു പരുന്തിന് എത്ര ഉയരത്തിൽ പറന്നാലും താഴെ കിടക്കുന്ന ആഹാരത്തെ കാണാൻ സാധിക്കും. നായ്ക്കളെ പോലുള്ളവർക്ക് വാസനാശക്തി നമ്മുടെ എത്രയോ ഇരട്ടിയാണ്. തൻ്റെ ശരീരഭാരത്തിൻ്റെ 8 ഇരട്ടി വഹിച്ചുകൊണ്ട് ഉറുമ്പുകൾ സഞ്ചരിക്കുന്നു എന്നൊക്കെ ശാസ്ത്രലോകം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പം ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങൾ മനുഷ്യനേക്കാൾ കൂടുതൽ ഇന്ദ്രിയശക്തി പലതിലുമുണ്ടെങ്കിലും അവിടെ മനുഷ്യൻ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം എന്ന് പറയാൻ കാരണം? അവിടെ ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കാരണം ഈ ഒരു സത്യത്തെ, ഈശ്വരനെ, ഈ പ്രപഞ്ചം എന്താണെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മ എന്താണെന്നും അറിയുവാനും അന്വേഷിക്കുവാനും അതിൻ്റെ ആ ഉണ്മയെ അറിഞ്ഞ് ജീവിതത്തെ സാക്ഷാത്കരിക്കുവാനും സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ് എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ മനുഷ്യജന്മത്തിൽ ഇതറിയുന്നതിന് വേണ്ടിയിട്ട് മറ്റ് യാതൊരു തരത്തിലുള്ള പരിമിതികളുമില്ല. സ്ത്രീ, പുരുഷൻ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള പരിമിതികൾ നമ്മൾ കൽപ്പിക്കുമ്പോഴും ഈ സത്യത്തെ അറിയുന്നതിനൊരു പരിമിതിയുമില്ല. ഇതെല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള ആ സത്യത്തെ അറിഞ്ഞ് ജീവിതത്തെ കൃതാർത്ഥമാക്കിയാൽ ഇവിടെ കാലത്തെ അതിക്രമിക്കുന്നു അവർ എന്ന് പറയുകയാണ്. ഇഹ ഏവ തൈഹി ജിതഃ സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ. എന്തുകൊണ്ടാണ്? ബ്രഹ്മം നിർദോഷമാണ്, ദോഷരഹിതമാണ്, മലരഹിതമാണ്. അപ്പോൾ പരിപൂർണമായ ദോഷരഹിതമായ മലരഹിതമായ ആ സത്യത്തെ അറിയുവാൻ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അത് അറിയാൻ സാധിക്കണമെങ്കിൽ നമ്മളിൽ ശിഷ്യത്വം ഉണ്ടാവണം. ശിഷ്യത്വമുള്ള ഒരാളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു, അവിടെ ഈ പ്രകൃതി തന്നെ ഒരു മാതൃഭാവത്തിൽ
ഉപനിഷത്തിൽ പറയും 1000 അമ്മമാരുടെ കരുണയോടുകൂടി ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയെ അന്വേഷിക്കുന്ന ഒരു സാധകനും ഒരു കാലഘട്ടത്തിലും വഴി തെറ്റിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടില്ല. അത് 1000 അമ്മമാരുടെ കരുണയോടുകൂടി ആ ഗുരു പരമ്പര നമ്മളെ കൈപിടിച്ചുയർത്തും. പക്ഷെ ആ ശിഷ്യഭാവം നമ്മളിൽ അങ്കുരിച്ചാൽ വേണ്ടത് വേണ്ട സമയത്തെല്ലാം വന്നു ചേരും എന്നുള്ളത് അനാദിയായി നമുക്ക് കാണാൻ സാധിക്കുന്ന സത്യമാണ്. വിവേക ചൂടാമണിയിലൊക്കെ നമുക്കറിയാം, അവിടെ ഈ ലോക വിഷയങ്ങൾ നമ്മളെയൊക്കെ പലപ്പോഴും അജ്ഞാനദശയിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ് ലോക വിഷയങ്ങൾ. ആ ലോക വിഷയങ്ങളിൽ പെട്ട് ഭ്രമിച്ച് ജീവിക്കുമ്പോൾ അവിടെ ഏതോ ഒരു സാധകൻ ഈ ലോക വിഷയങ്ങളെ മുഴുവൻ എരുതിയിൽ എന്ന പോലെ കണ്ട്, മഹാവിഷം എന്ന പോലെ കണ്ട്, അവിടെ നിന്ന് ഈ ലോക വിഷയങ്ങൾ അദ്ദേഹത്തെ വളരെയധികം വീർപ്പ് മുട്ടിച്ചപ്പോൾ അദ്ദേഹം ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം ആ ശിഷ്യൻ ചോദിക്കുകയാണ്, ഈ ദുഃഖകരമായ ഈ ലോകത്ത് നിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും? കഥം തരേയം ഭവസിന്ധുമേതോ കാവാഗതിർമേ കഥമസ്തുപായ. ഈ ഭവസിന്ധുവിനെ ഞാൻ എങ്ങനെ തരണം ചെയ്യും? എന്താണ് ഇതിനൊരു ഉപായം എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു കൃപാപൂർവം പറയുകയാണ്, മാ ഭൈഷ്ട വിദ്വാൻ, അല്ലയോ വിദ്വാനെ, നീ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ ഈ വിഷയങ്ങളാൽ പൂർണ്ണമായ ഈ ലോകത്ത് നിന്ന് അക്കരെ കടന്ന മഹാത്മാക്കൾ, ഇതിനെ നീന്തിക്കടന്ന, ഈ സംസാര സാഗരത്തെ നീന്തിക്കടന്നവർ, ഇതിനെ തരണം ചെയ്ത പാത എന്നും ഇവിടെ ഉണ്ട്. ആ ദിവ്യമായ പാതയെ ഞാൻ നിനക്ക് കാട്ടിത്തരാം, നിനക്കൊരിക്കലും നാശമുണ്ടാവില്ല എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ആ പാത കടക്കുവാനുള്ള വിദ്യ ഉപദേശിക്കുന്ന ധാരാളം ശ്ലോകങ്ങൾ നമുക്ക് വിവേക ചൂടാമണിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതങ്ങനെയാണ് ആ ഗുരു പരമ്പര ഇവിടെ നമ്മളെ കൈപിടിച്ചുയർത്തിയാൽ നമുക്ക് ആ ഒരവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും. അതിലേക്ക് ഉയരണമെങ്കിൽ അവിടെ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അവിടെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിച്ചേർന്നത് തീർത്തും അജ്ഞാനിയായ ഒരു സാധകനാണെങ്കിലും ഗുരു ആ സാധകനെ വിശേഷിപ്പിക്കുന്നത് വിദ്വാൻ എന്നാണ്. എന്തുകൊണ്ടാണ്? അത് നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഈ ലോക വിഷയങ്ങളിൽപ്പെട്ട് ഭ്രമിച്ച് ആനന്ദിച്ച് കഴിയുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് അതിനെ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി ആ ശിഷ്യനിൽ അങ്കുരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വിദ്വാൻ തന്നെയാണ്. എന്ന് മാത്രമല്ല, തൻ്റെ അടുത്തേക്ക് വന്നു ചേർന്ന ആ ശിഷ്യനെ ഒരു പ്രചോദനം എന്ന നിലയിൽ നീ വിദ്വാൻ തന്നെ ആയിത്തീരും, അല്ലെങ്കിൽ നീ വിദ്വാനാണ് എന്നുള്ള ഭാവത്തിൽ അയാളെ ഉയർത്തി വിടുകയാണ്. ആ രീതിയിൽ ആ ഒരു ഭാവത്തിൽ ഗുരുസന്നിധിയിൽ എത്തിച്ചേർന്ന് അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സത്യത്തെ ആർക്കും അറിയാം. അങ്ങനെ അറിഞ്ഞാൽ എന്താണ് പ്രയോജനം? ഇവിടെ തന്നെ നമുക്ക് ആ കാലദേശാധിഗമ്യമായിട്ടുള്ള ആ ഒരു സത്യസ്വരൂപമായിട്ട് ഇവിടെ വസിക്കാൻ സാധിക്കും. അത് ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കും, ഈ ശരീരം ഉപേക്ഷിക്കപ്പെട്ടാലും അത് സാധിക്കും. കാരണം ഞാൻ ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയുമുണ്ട്. എൻ്റെ ശരീരം ഇന്നലെ ഉണ്ടായി, അത് ഇന്നുണ്ട്, നാളെ ചിലപ്പം നശിച്ചു എന്ന് വരും. പക്ഷേ ഞാനാകുന്ന ഉണ്മ അതിശരീരം ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ട്, ഇപ്പോഴുമുണ്ട്. ഈ ശരീരം പോയാലും ആ ഉണ്മ ഉണ്ടാവും എന്നുള്ള ദൃഢമായ ഒരു ബോധത്തിലേക്ക് ഉയരണമെങ്കിൽ അതിന് നമുക്ക് ആദ്യം വേണ്ടത് സത്സംഗമാണ്. സത്സംഗത്തിലൂടെ മാത്രമേ സത്യത്തിലേക്കുള്ള പന്ഥാവിൻ്റെ ആദ്യത്തെ വഴി തുറന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എവിടെ എവിടെ സത്സംഗമുണ്ടോ അവിടെയൊക്കെ എത്തിച്ചേർന്ന് ആ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കേവലം കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, സത്സംഗം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കും ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്കും അത് ആവാഹിക്കാൻ സാധിക്കണം. അപ്പം മനസ്സിലേക്ക് ആദ്യം ആവാഹിച്ചെടുത്ത് അതിനെ ശ്രവണം കഴിഞ്ഞാൽ മനനം, മനനം കഴിഞ്ഞാൽ നിധിധ്യാസനം. അങ്ങനെ ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ അറിഞ്ഞ ആ ഒരു തത്വത്തെ, ശ്രവണത്തിലൂടെ കേട്ട തത്വത്തെ മനനം ചെയ്ത് അതിനെ ഉറപ്പിച്ച് അതായിത്തീരലാണ് നിധിധ്യാസനത്തിൻ്റെ പരിപൂർണമായ അവസ്ഥ. അതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനിളക്കമില്ല. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് വേദം പറയും, അല്ലെങ്കിൽ ഉപനിഷത്ത് പറയും. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിന് നാശമില്ല. അപ്പം അങ്ങനെ ഇവിടെ തന്നെ, അത് ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ തന്നെ നേടുവാൻ സാധിക്കും. അത് ഉപനിഷത്തിൽ പ്രമാണമാണ്, ഗീതയിലും പ്രമാണമാണ്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ആ സത്യത്തെ അറിയാൻ സാധിക്കും. ഇഹൈവ തർജിത സർഗ യേഷാം സാമ്യേ സ്ഥിതമന. അവരുടെ മനസ്സ് സ്ഥിതമാണ്. നേരത്തെ സ്വാമിജി 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇവിടെ. കാരണം എല്ലാത്തിലും ഒരു സത്യത്തെ കാണുന്നു. അവിടെ
ശാരീരികമായ ഒട്ടനവധി ഭഗവേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവേദങ്ങൾ പലതും ഉണ്ടാവാം. അവിടെ നമ്മൾ ചെറുത് വലുത്, ഇപ്പോൾ ഒരു ഉറുമ്പായാലും ഒരു ആനയായാലും ഉപാധിക്ക് ഭേദങ്ങളുണ്ട്. പക്ഷേ ആ ഉറുമ്പിലും ആനയിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ചൈതന്യമാണ്. ഉപാധിഗതമായിട്ട് അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ശാരീരികമായ പ്രവർത്തനങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാവും. പക്ഷേ എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ഒരു സത്യമാണെന്നുള്ള ദൃഷ്ടി അതൊരു സാധകൻ പ്രയത്നിച്ച് നേടണം. സിദ്ധന്റെ സ്വാഭാവികമായ അവസ്ഥയാണത്, സ്വാഭാവികമായ ചേഷ്ടയാണത്. സാധകനാണെങ്കിൽ അത് പ്രയത്നിച്ച് നേടണം. സാധകന്റെ പ്രയത്നം അതാണ്, അത് പ്രയത്നിച്ച് നേടുക എന്നുള്ളതാണ്. അതാണ് സാധന. അല്ലാണ്ട് സത്യത്തെ അറിയുവാൻ ഒരു സാധനയുടെയും ആവശ്യമില്ല. മറിച്ച് അത് നമ്മുടെ സ്വരൂപമാണ്. തത് അന്തികേച്ച തത് ദൂരേച്ച എന്നൊക്കെ പറയും ഉപനിഷത്ത്. അത് ഏറ്റവും അടുത്താണ്, ഏറ്റവും ദൂരെയുമാണ്. ആർക്കാണ് ദൂരെ? അജ്ഞാനിയെ സംബന്ധിച്ച് അത് വർഷകോടി ശതൈരപി, എത്രയോ കോടി വർഷങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്നതായിട്ട്, എത്രയോ ദൂരെയായിട്ട് ആ സത്യം നിൽക്കുന്നു. എന്നാൽ അതിനെ അറിഞ്ഞവനെ സംബന്ധിച്ച് അതിന് ഏറ്റവും അടുത്താണ്. കരതലാമലകം എന്ന് പറഞ്ഞാൽ പോലും തെറ്റാണ്. അതിനേക്കാൾ അടുത്താണ്, തൻ്റെ സ്വരൂപമാണത്. ആ സ്വരൂപത്തെ അറിഞ്ഞവനെ സംബന്ധിച്ച് ആ സ്വരൂപസ്ഥിതനായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനേക്കാൾ ലളിതമായിട്ട്, ഇത് അറിയുന്നതിനേക്കാൾ ലളിതമായിട്ട് മറ്റൊന്നുമില്ല എന്ന് ആചാര്യന്മാർ പറയും. അയ്യേ അതിലളിതം എന്നാണ് രമണ മഹർഷി പറഞ്ഞിട്ടുള്ളത്. അയ്യേ അതിസുലഭം. ഇത്രയും സുലഭമായിട്ട് എന്താണ് വേറെയുള്ളത്? ഇത്ര സുലഭമായി എന്തു വേറെ എന്ന് അതിന് മലയാളത്തിൽ സുരേശ്വരാനന്ദ സ്വാമിജികൾ അനുവർത്തിച്ചു. അപ്പോൾ ഇത്രയും സുലഭമായിട്ട് മറ്റൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ സ്വരൂപമാണ്. നമുക്ക് മറ്റെവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ചെയ്ത് നേടേണ്ടതല്ല. നമ്മുടെ സ്വരൂപമാണ് ആത്മാ. ആ സ്വരൂപമായ അവസ്ഥയെ അറിയുന്നതിന്, നമ്മുടെ തന്നെ ഉണ്മയെ അറിയുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ സ്വരൂപമായ ഉണ്മയെ മറച്ചു വെച്ചിരിക്കുന്ന, നമ്മളായിട്ട് കൊണ്ടുവന്ന, മറ്റാരും തന്നതല്ല, നമ്മളായിട്ട് കൊണ്ടുവന്ന, ജന്മജന്മാന്തരങ്ങളായി കൊണ്ടുവന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം പ്ലസ് 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 എത്രയോ വേണം കൂട്ടിച്ചേർക്കാം. ഇതാകുന്ന ഒരുപാട് മതിലുകൾ നമ്മളായിട്ട് സൃഷ്ടിച്ചു, ഒരുപാട് കെട്ടുകൾ നമ്മളായിട്ട് സൃഷ്ടിച്ചു. അത് അഴിച്ചെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനഴിച്ചെടുക്കാനുള്ള വിദ്യ, അതിനെ ഒഴിവാക്കാനുള്ള വിദ്യയൊക്കെ ഗുരുനാഥൻ ഉപദേശിക്കും. അതിനുള്ള പ്രയത്നം അവരവർ ചെയ്യണം. അതിനാണ് മനന നിധിധ്യാസനങ്ങൾ എന്ന് പറയുന്നത്. ആ മനന നിധിധ്യാസനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പോരായ്മകളും നമ്മുടെ പ്രശ്നങ്ങളും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മനനം ചെയ്യുന്നവരെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ എന്നും ഈ ലോകത്ത് ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. അത് നമ്മളെപ്പോലെ മഹാഭാഗ്യത്തിന് ഇവിടെ ഒരു മഹാഗുരുവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് 7 ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ തീർക്കാം. പക്ഷെ ഇതിന് സാധിക്കാത്ത എത്രയോ പേരുണ്ട്. അവർക്കായാലും സംശയം ആത്മാർത്ഥമാണോ, സംശയം അവരെ മതിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും അവിടെ ആ സംശയ നിവാരണം പ്രകൃതി ഒരുക്കി കൊടുക്കുമെന്ന് പറയാൻ യാതൊരു സംശയവുമില്ല, ഉറപ്പാണ്. അത് അനാദിയായ സാധകന്മാരുടെ അനുഭവമാണ്. ഒരു സംശയവും അതിന് വേണ്ട. പക്ഷേ ആ സംശയം നമുക്ക് ആർക്കെങ്കിലും വേണ്ടി ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ അത് നമ്മുടെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തുന്ന ഒരു സംശയമായി മാറുന്നുവോ, എത്രയും പെട്ടെന്ന് പ്രകൃതി അതിന് പരിഹാരം കാണും. അത് ആധ്യാത്മികതയിലെന്നല്ല, ഏതൊരു വിഷയത്തിലും അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ഈ സത്യത്തെ അറിയുവാൻ നമുക്ക് സാധിച്ചാൽ, ആ സത്യത്തെ അറിഞ്ഞ് ഈ ജീവിതം കൃതാർത്ഥമാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യവും ചരമലക്ഷ്യവും എന്ന് നമ്മളോട് ആ കൃതാർത്ഥമാക്കിയവർ പറയും. കാരണം നമ്മുടെ ശാസ്ത്രങ്ങൾ വിശ്വാസത്തിൻ്റെതല്ല, അറിഞ്ഞ് അനുഭവിച്ച അനുഭവികളായ ആചാര്യന്മാരുടെ അനുഭവത്തിൻ്റെ വാണികളാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. അത് വേദമാവട്ടെ അതിൻ്റെ കാതലായ ഉപനിഷത്തിലെ വാക്യങ്ങളാവട്ടെ, അതിനെ അനുബന്ധിച്ച് നൽകിയിട്ടുള്ള ഇതിഹാസ പുരാണങ്ങളാവട്ടെ, എല്ലാം വിരചിച്ച മഹാത്മാക്കൾ അവരുടെ അനുഭവത്തിൽ നിന്ന്, അനുഭവത്തിൻ്റെ വാണികളാണ്. അപ്പോൾ അനുഭവത്തിൻ്റെ വാണികളെ പിന്നെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളോട് ആചാര്യന്മാർ പറയുന്നത്, ഈ സത്യത്തെ അറിയുവാൻ പ്രാഥമികമായിട്ട് നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആ ശ്രദ്ധ എത്ര കണ്ട് നമുക്കുണ്ട്. ആ ശ്രദ്ധയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് ആരാണ്? ആ ശ്രദ്ധയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾക്ക് അതിനുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ഏതൊരു വിഷയത്തിലാണോ നമുക്ക് പ്രാധാന്യം, അതിൽ ശ്രദ്ധ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ആ വിഷയത്തിൽ എത്രയ്ക്കധികം പ്രാധാന്യം നൽകുന്നുവോ അത്രയ്ക്കധികം നമ്മുടെ അന്ധകരണങ്ങൾ, നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം അതിലേക്ക് ആവാഹിക്കപ്പെടും.
ഇപ്പൊ പലപ്പോഴും പറയും ശമം, ദമം ഇതൊക്കെ ഉണ്ടാവണം എന്ന്. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒന്ന് പറയാം, നമ്മുടെ ചിന്തകൾ ഈശ്വരീയമാവട്ടെ, നമ്മുടെ കർമ്മങ്ങൾ ഈശ്വരീയമാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ ഈശ്വരീയമായ ഭാവത്തിൽ ഈശ്വര പൂജയായിട്ട് നമ്മൾ കർമ്മം ചെയ്താൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ടും ശമവും ദമവും സ്വീകരിക്കപ്പെടും. അല്ലാതെ ശമം നേടണമെന്ന് വെച്ചിട്ട് വേറെ എന്തെങ്കിലും കോഴ്സിന് പോകേണ്ട ആവശ്യമില്ല, ദമം നേടാൻ വേറെ കോഴ്സിനും പോകേണ്ട ആവശ്യമില്ല. മറിച്ച് ആചാര്യന്മാർ നമ്മളോട് വ്യക്തമായി കൃപയോടുകൂടി പറഞ്ഞു, നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും ഈശ്വര സമർപ്പിതമായി ഈശ്വര പൂജയായി ചെയ്താൽ ആ കർമ്മം ശുദ്ധമാവും. ശുദ്ധമായ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അനാവശ്യ ചിന്തകളിലേക്കും അനാവശ്യ പ്രവർത്തികളിലേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കില്ല. സ്വാഭാവികമായിട്ട് ശമതമങ്ങളിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ മനസ്സിൽ സദാസമയം ഒരു കർമ്മം ചെയ്യാൻ ആ കർമ്മത്തെ പ്രേരിപ്പിക്കുന്ന ചിന്തകൾ മനസ്സിലാണല്ലോ ആവിർഭവിക്കുക. അപ്പോൾ നമ്മൾ ഈശ്വര പൂജയായിട്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ ഈശ്വര ചിന്തയാണ്. മയ്യേവ മന ആദസ്ത്വാ മയബുദ്ധി നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ന സംശയ എന്നുള്ള വാക്ക് നമ്മൾ കൊട്ടേഷൻ ഇട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഞാനോ നിങ്ങളോ പറയുന്നതല്ല, ഭഗവാൻ പറഞ്ഞ ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. ന സംശയ, ഒരു സംശയവും വേണ്ട. മയ്യേവ മന ആദസ്ത്വ, മനസ്സ് എന്നിൽ പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു നിർത്തൂ. എന്നിൽ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു നിർത്തിയാൽ നിവശിഷ്യസി മയ്യേവ, നീ എന്നിൽ തന്നെ വസിക്കും. അങ്ങനെ എന്നിൽ വസിക്കുന്ന ഒരാളും നശിച്ചു പോകില്ല. ന കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ അവിടെ പറയും. അവിടെ നഹി കല്യാണ കശ്ചിത് ദുർഗതിൻ താത ഗച്ഛതി, കല്യാണകൃത്ത് മംഗളകർമ്മം ചെയ്യുന്ന ഒരാളും നശിച്ചു പോകില്ല. അല്ലയോ മകനെ എന്നാണ് അവിടെ അർജുനനെ വിളിക്കുന്നത്. മംഗളകർമ്മം ചെയ്യുന്ന ഒരാളും ഒരു ജീവനും നശിച്ചു പോകില്ല. അപ്പോൾ ആ മംഗളകർമ്മം ചെയ്യുന്ന ഒരു ജീവനും നശിച്ചു പോകില്ലെങ്കിൽ ഏറ്റവും മംഗളം എന്താണ്? പരമമംഗളം എന്താണ്? പരമമംഗളം നമ്മുടെ ഉണ്മയെ തേടി പോകുക എന്നുള്ളതാണ്. ആ ഉണ്മയെ തേടി പോകുന്ന ആ യാത്രയിൽ നമ്മുടെ മനോഭാവം മാറുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു, നമ്മുടെ കർമ്മം അതിനനുസരിച്ച് സ്വരൂപപ്പെടുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അല്ലാതെ അവിടെയും ഇവിടെയും ശരിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഹങ്കാരം കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരനായി കാണുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് അത് ചേഷ്ടിക്കും. ഈശാവാസ്യം ഇതം സർവം എന്ന് കാണുന്ന ഒരു സാധകനെ സംബന്ധിച്ച് അയാൾക്ക് എവിടെയും എല്ലായിടത്തും ദൃഷ്ടി തൻ്റെ ആ പരമാത്മാവാകുമ്പോൾ, ഞാൻ അല്പം താഴ്ന്നു പറഞ്ഞാൽ തൻ്റെ ഉപാസനാ ദേവത ആയിക്കോട്ടെ പ്രാഥമികമായിട്ട്. അപ്പോൾ തൻ്റെ ഉപാസനാ ദേവതയെ നമുക്ക് സർവത്ര ദർശിക്കാൻ സാധിച്ചാൽ താൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും തൻ്റെ ഉപാസനാ ദേവതയ്ക്ക് കൈമാറും. അത് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും ടോയ്ലറ്റ് കഴുകുന്നതായാലും എല്ലാം തൻ്റെ ഉപാസനാ ദേവതയ്ക്കുള്ള കർമ്മമായിട്ട് മാറ്റാൻ സാധിക്കും. അവിടെ ഉച്ചനീചത്വങ്ങളുടെ ഒരു ഭഗഭേദവുമില്ല, ഒരു ഭേദവ്യത്യാസവുമില്ല. എല്ലാ കർമ്മങ്ങളും തൻ്റെ ഉപാസനാ ദേവതയ്ക്കുള്ള ഉപാസനയായിട്ട് മാറുക. അല്പം കൂടി ആ സാധകൻ ഉയർന്നു വരുമ്പോൾ അവിടെ നാമരൂപരഹിതമായ പരമതത്വം തന്നെയാണ് ഇവിടെ സർവത്ര വ്യാപിച്ചിരിക്കുന്നത്. സർവ്വതും അത് തന്നെയാണ് എന്നുള്ള ഭാവത്തിലേക്ക് ക്രമികമായിട്ട് പടിപടിയായിട്ട് ഒരു സാധകൻ ഉയരുകയാണ്. ഒറ്റയടിക്കല്ല, ക്രമികമായിട്ട് പടിപടിയായിട്ട് അവൻ്റെ ചിന്താമണ്ഡലം വികസിക്കുകയാണ്. അത് ഗുരുശാസ്ത്രങ്ങൾക്കനുസരിച്ച് സമ്പ്രദായത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വികസിച്ച് ഈശാവാസ്യമിതം സർവം എന്നുള്ള ആ അവസ്ഥ അയാളുടെ അനുഭവമായി മാറുന്നു. അപ്പം ഈശ്വരനാൽ മൂടപ്പെട്ടതാണ് സർവവുമെങ്കിലും ഞാൻ അതിൽ നിന്ന് ബാഹ്യനല്ല, ഞാനും ഈ പ്രപഞ്ചവും എന്നില്ല. മറിച്ച് അസ്പന്ദമാകണം എന്ന് ഗുരുദേവൻ പറയുന്നത് പോലെ അവിടെ ആ അസ്പന്ദമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇളക്കമില്ല. താനും ഈ പ്രപഞ്ചവും രണ്ടല്ല, മറിച്ച് എല്ലായിടത്തും ഈശ്വരനാണെങ്കിലും താനും ഈശ്വരൻ തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ കുടികൊള്ളുന്നു. ഹൃദയേശേ അർജുന തിഷ്ഠതി എന്ന് ഇന്നലെ മാതാജി ഇവിടെ ക്ലാസ് എടുത്തു. അപ്പോൾ ഭഗവാൻ പ്രാഥമികമായിട്ട് പറഞ്ഞു എല്ലാവരുടെ ഉള്ളിലും ഞാൻ കുടികൊള്ളുന്നു. യഥാർത്ഥത്തിൽ എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ കുടികൊള്ളുകയല്ല, എല്ലാവരും ഭഗവാനിൽ കുടികൊള്ളുകയാണ്. ഉയർന്ന തലത്തിലെത്തുമ്പോൾ പ്രാഥമിക തലത്തിൽ നമുക്ക് അതേ പറ്റുള്ളൂ. പ്രാഥമിക തലത്തിൽ എൻ്റെ ഉള്ളിൽ ഭഗവാൻ കുടികൊള്ളുന്നു എന്ന ഭാവം വന്നാൽ മാത്രമേ നമ്മുടെ കർമ്മം ശുദ്ധിയാവുള്ളൂ, ചിന്ത ശുദ്ധിയാവുള്ളൂ. നമ്മുടെ സകല വിധത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം ചെയ്യുന്ന സർവ്വവിധ കർമ്മങ്ങളും ശുദ്ധമാവണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ കുടികൊള്ളുന്നു എന്ന ഭാവത്തോടു കൂടി ആയിരിക്കണം. ആ ദൈവീക സമ്പത്തി നമ്മളിൽ വളർത്തിയെടുക്കണം. അല്ലാത്ത പക്ഷം ആസുരിക സമ്പത്തി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. എവിടെയാണോ വെളിച്ചമില്ലാത്തത് അവിടെ ഇരുട്ടുണ്ടാവും.
അപ്പോൾ ഇരുട്ടിനെ നീക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ ജന്മാന്തരങ്ങളായി കൊണ്ടുവന്ന ഇരുട്ടാണ്. അപ്പോൾ എത്രയോ ഒരു 100 വർഷമായിട്ടൊരു മുറിക്കകത്ത് ഇരുട്ടാണ് എങ്കിൽ ആ ഇരുട്ടിനെ നീക്കാൻ നമുക്ക് ഒരു 10 വർഷമോ അല്ലെങ്കിൽ 1 വർഷമോ ഒന്നും ആവശ്യമില്ല. അടുത്ത നിമിഷം ഒരു വെളിച്ചം അവിടേക്ക് എത്തിയാൽ ഈ ഇരുട്ട് അപ്രത്യക്ഷമാവുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഇരുട്ട് പറയില്ല ഞാൻ വളരെ സീനിയറാണ്, അതുകൊണ്ട് ഞാൻ അല്പസമയം കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറയാൻ ഇരുട്ടിന് സാധ്യമല്ല. കാരണം എന്താണ്? ഇരുട്ട് പ്രകാശത്തിൻ്റെ അഭാവമാണ്, അതിന് ഉണ്മയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അജ്ഞാനത്തിന് ഉണ്മയില്ല. ഉണ്മ വിജ്ഞാനത്തിന്, ആ ജ്ഞാനപ്രകാശത്തിനേ ഉള്ളൂ. ജ്ഞാനപ്രകാശത്തെ മറച്ചു വെച്ചിരിക്കുന്ന അന്ധകാരമാകുന്ന അജ്ഞാനത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ എപ്പോഴാണോ ജ്ഞാനപ്രകാശം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ജന്മാന്തരമായി നമ്മൾ കൊണ്ടുവന്ന അജ്ഞാനം അവിടെ അപ്രത്യക്ഷമാവുകയാണ്. പലപ്പോഴും പലരും പറയുന്നൊരു സംശയമുണ്ട്, എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ അജ്ഞാനികളാണെങ്കിൽ നമുക്ക് ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എങ്ങനെ അതിനെ നീക്കാൻ പറ്റുമെന്ന്. അതിന് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആചാര്യന്മാർ ഉദാഹരണം കാട്ടിത്തരികയാണ്. എല്ലാ ഉദാഹരണങ്ങളും എല്ലായിടത്തും ചിലപ്പോൾ പൂർണ്ണമായില്ല, പക്ഷെ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഉണ്മയില്ലാത്ത ഒന്നിനും നിലനിൽപ്പില്ല. അപ്പോൾ ഉണ്മ എന്നുള്ളത് ആ പ്രകാശമാണ്, ആ ജ്ഞാനപ്രകാശമാണ്. ആ ജ്ഞാനം എപ്പോഴാണോ എവിടേക്കാണോ വരുന്നത് അവിടെ അജ്ഞാനം നീങ്ങുന്നു. എവിടെ പ്രകാശം വരുന്നുവോ അവിടെ അന്ധകാരം നീങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്? അതിന് വേണ്ടത് ഒരു തിരിച്ചു നോട്ടം മാത്രമാണ്. ആ ഒരു തിരിഞ്ഞു നോക്കുവാനുള്ള പ്രയത്നം നിരന്തരമായി നമ്മൾ ചെയ്യുക. വളരെ ലളിതമാണ്, വളരെ സുലഭമാണ്. എങ്കിലും അത് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മളായിട്ട് ജന്മാന്തരങ്ങളായി ഉണ്ടാക്കിയ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ എനിക്ക് സാധിച്ചില്ലല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ദുഃഖിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. മറിച്ച് പ്രയത്നിക്കുക. ഒരു സാധകനോട് എപ്പോഴും നമ്മുടെ ആചാര്യന്മാരും ഗുരു പരമ്പരയും നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഒരിക്കലും ദുഃഖിക്കരുത്. നീ ഈ വിഷയങ്ങളാൽ മൂടപ്പെട്ട ഈ ലോകത്ത് നിന്ന് ഇതിനെ അന്വേഷിക്കുവാനുള്ള മനോഭാവത്തോടു കൂടി നീ തിരിച്ചു വന്നുവല്ലോ. ഒരു തിരിഞ്ഞു നോട്ടം, നീ നിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ആരംഭിച്ചുവല്ലോ, അതിൻ്റെ എത്രയോ വലിയ പുണ്യമാണ്. എത്രയോ ജന്മാന്തരങ്ങളായി ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകൂ. ഒരു സാധകനും ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരിക്കലും ഈശ്വരീയമായ ചിന്തകൾ, ഈശ്വരീയമായ കർമ്മങ്ങൾ, ഈശ്വരീയമായ ആ ഒരു ബോധത്തോടു കൂടിയുള്ള ജീവിതം അത് തുടർന്നു പോകുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാലോ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രാധാന്യം അല്പം കുറഞ്ഞു പോയാലോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് ആ ജീവനെ മെല്ലെ ക്രമികമായിട്ട് ഉയർത്തും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചെയ്ത ആ സാധന നമുക്ക് ഊന്നുവടിയായി, താങ്ങായി, തണലായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പോൾ ഒരു തിരിച്ചുവരവിന് നമുക്ക് സാധിക്കും. അതുകൊണ്ട് സാധനാ ജീവിതം ധന്യമാണ്. അതിപ്പോൾ ഒരാൾ സാധനയിൽ വളരെ ഉയർന്നു, മറ്റൊരാൾക്ക് അത്ര സാധിക്കുന്നില്ലെങ്കിൽ അവിടെ യാതൊരു താരതമ്യത്തിനും പ്രസക്തിയില്ല. മറിച്ച് നമ്മൾ ആരും പരസ്പരം ഈ ലോകത്ത് ബന്ധുക്കളായി വരാം, ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം. പക്ഷേ ജീവന്മാർ വ്യത്യസ്തമാണ്. ഏതൊക്കെയോ ജന്മത്തിലൂടെ വന്ന ജീവന്മാർ ഇവിടെ ഒത്തുചേരുന്നു. അപ്പോൾ അവരുടെ പുണ്യത്തിൻ്റെ ഫലം എത്രയാണെന്ന് മറ്റവർക്കറിയില്ല. അവരവരുടെ ചിന്തയും സംസ്കാരത്തിനനുസരിച്ച് അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ഒരാൾ അല്പസമയം കൊണ്ട് വളരെ ഉയർന്ന തലത്തിലേക്ക് പോയേക്കാം, മറ്റൊരാൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. മാ ശുച എന്ന് തന്നെയാണ് ഭഗവാൻ എപ്പോഴും നമ്മളോട് ബോധിപ്പിച്ചുള്ളത്. ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. മറിച്ച് ആനന്ദമായിട്ട്, സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുക. പക്ഷേ ആലസ്യം പാടില്ല. അതേറ്റവും പ്രധാനമാണ്. ആലസ്യം പാടില്ല. മറിച്ച് അവിടെ ആ ഈശ്വര കൃപയാൽ, ഗുരു കൃപയാൽ നമുക്ക് ലഭിക്കുന്ന അറിവുകളെ മനനം ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ജന്മത്തിൽ ഒരു പക്ഷേ സാധിച്ചേക്കാം, അടുത്ത നിമിഷം സാധിച്ചേക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് സാധിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ജന്മം കഴിഞ്ഞു പോകട്ടെ. എന്നാൽ എന്താണ് ദുഃഖിക്കാനുള്ളത്? കാരണം അന്ധകാലത്തിലും എന്നെ സ്മരിച്ചുകൊണ്ട് ഒരാൾ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ മോക്ഷപദത്തിലേക്ക് ഉയരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അന്ധകാലത്തിലും അവസാന ശ്വാസത്തിലും എന്നെ സ്മരിക്കുവാൻ ഒരാൾക്ക്, ഭഗവാനെ സ്മരിക്കുവാൻ സാധിക്കണമെങ്കിൽ തഥാ തദ്ഭാവ ഭാവിതഃ എന്നും കൂടി ഭഗവാൻ പറഞ്ഞു. എപ്പോഴും എന്നെ ഓർമ്മിക്കുന്നവൻ്റെ സംസ്കാരം ഞാൻ തന്നെയായി മാറും. അവൻ്റെ എല്ലാ ചിന്തകളും സംസ്കാരവും പ്രവൃത്തിയും ഭഗവാനായി മാറുമ്പോൾ അവസാനത്തിലും അവൻ്റെ ചിന്ത അത് മാത്രമായിരിക്കും. അവൻ്റെ എന്ന് സ്വാഭാവികമായി പറഞ്ഞതാണ്, അവളുടെ എന്നും പറയാം. പൊതുവെ നമ്മൾ പറയുന്ന ഉദാഹരണം അങ്ങനെ ആയതുകൊണ്ടാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല.
നപുംസകവും സ്ത്രീ പുരുഷ നപുംസകാദി യാതൊരു വ്യത്യാസവുമില്ല. ജാതി നീതി കുല ഗോത്രദൂരകം നാമരൂപഗുണ ദോഷവർജിതം എന്നാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മസ്വരൂപത്തിന് ജാതിയില്ല, നീതി കുല ഗോത്ര ദൂരങ്ങളൊന്നുമില്ല, അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ആ സ്വരൂപമാണ് നമ്മൾ. അപ്പോൾ ആ സ്വരൂപത്തിലേക്ക് ഉയർവാൻ നേരത്തെ പറഞ്ഞു, നിരന്തരമായിട്ട് ഭഗവത് ചിന്തയോടുകൂടിയിട്ടുള്ള കർമ്മങ്ങൾ ആചരിച്ച് അത് നമ്മുടെ സംസ്കാരമായി വന്നാൽ അന്ധകാലത്തിലും അത് തന്നെ നമ്മുടെ സംസ്കാരമായി മാറും. ആ സംസ്കാരമായിട്ട് അത് ആ ഭഗവത് ചിന്തയോടുകൂടി ജ്ഞാനചിന്തയോടുകൂടി ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അവന് മുക്തിയുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് സാധിച്ചില്ല, ആ മുക്തി പദത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചില്ല എങ്കിലും ഛിന്ന ഭിന്നമായ മേഘം പോലെ അവൻ നശിക്കില്ല അർജുന എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കുകയാണ്. അയാൾക്ക് എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ധാരാളം ഉപാസനയൊക്കെ ചെയ്തു, ധാരാളം സാധനയൊക്കെ ചെയ്തു, പക്ഷേ അയാൾക്ക് വേണ്ട രീതിയിൽ ഒരു തീവ്രതയോടുകൂടി പോകാൻ സാധിച്ചില്ല. ജീവിത പ്രാരബ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ആദ്യമൊക്കെ കുറേ തീവ്രതയോടുകൂടിയൊക്കെ സാധന അനുഷ്ഠിച്ചു, പക്ഷെ പിന്നീട് കൈവിട്ടു പോയി. അങ്ങനെയുള്ള ആ ജീവൻ എന്ത് സംഭവിക്കും ഭഗവാനെ എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ജീവനും ഒരു നാശവും സംഭവിക്കില്ല അർജുന. നഹി കല്യാണ കശ്ചിത് ദുർഗതിൻ താതകച്ചതി. അല്ലോ മകനെ, ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല. പിന്നെന്ത് ചെയ്യും? അവർ ശുചീനാം ശ്രീമതാംഗേഹേ യോഗഭ്രഷ്ടോപിജായതേ. അവരെ യോഗഭ്രഷ്ടൻ എന്നാണ് വിളിക്കുക. ആ യോഗഭ്രഷ്ടന്മാര് ശുചികളും ശ്രീമത്വമായവരുടെ ഗൃഹങ്ങളിൽ അവിടെ ജനിക്കും. അതായത് ആചാരശുദ്ധിയുള്ള, വലിയ സമ്പാദ്യമുള്ള വീട്ടിലല്ല, ആചാരശുദ്ധിയുള്ള ഗൃഹങ്ങളിൽ ജനിക്കും. അതുകൊണ്ട് ആ ഗൃഹങ്ങളിൽ ജനിച്ച്, ആചാരശുദ്ധിയാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. ആചാര പ്രഭുവോ ധർമ്മ. നമ്മുടെ ഈ ഒരു മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രാഥമികമായിട്ട് നമുക്ക് ആചാരമാണ്. അപ്പൊ ആചാരശുദ്ധിയുള്ള, അതത്ര ദരിദ്രന്മാരായ ഒരു വീടായിക്കോട്ടെ, ദരിദ്രന്മാരുടെ ദാരിദ്ര്യമുള്ള വീടായിക്കോട്ടെ, ആചാരശുദ്ധി പാലിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെപ്പോലെ വലിയ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും വാഹനങ്ങളും ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ആചാരശുദ്ധി, അത് അവരെ കണ്ട് പഠിക്കണം. അപ്പൊ ആചാരശുദ്ധിയും അനുഷ്ഠാനവും ഒക്കെയുള്ള ശുദ്ധമായ വീടുകളിൽ ആ ജീവൻ വന്ന് പിറന്നാൽ അയാൾ എവിടെയാണോ കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളായി നിർത്തിയ സാധനയുടെ തലം, അവിടെ വെച്ച് അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അയാൾ കൃതകൃത്യനാവും, അതിനൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞത് ഞാനല്ല, നമ്മൾ ആരുമല്ല, മറിച്ച് ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാന്റെ വാക്കുകളെ നമുക്ക് അവിശ്വാസത്തിൽ എടുക്കണോ? വേണ്ട. കാരണം സാക്ഷാൽ നാരായണേന സ്വയം ഭഗവാന്റെ വാക്കുകളാണിത്, ഭഗവാന്റെ വാണിയാണ്, സ്വ അനുഭവത്തിലൂടെ പറഞ്ഞ അവതാരമൂർത്തിയുടെ വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആ സത്യത്തെ അറിഞ്ഞ് കൃതാർത്ഥരാവാം. ഇല്ലെങ്കിലും നമ്മുടെ ദൗത്യം എന്താണ്? എനിക്ക് അറിയാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയല്ല, എനിക്ക് ഇത്രയെങ്കിലും സാധിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അങ്ങനെ ആയാൽ മായയുടെ പിടിയിൽപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ അത് സമാപ്തം എന്നാണ്. സമ്യക് ആപ്തം, സമാപ്തം, പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. നേരത്തെ പറഞ്ഞു, പൂർണ്ണമായിട്ട് കേൾക്കുകയല്ല, ഉൾക്കൊള്ളുകയാണ്. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ പാനം ചെയ്തു. കിട്ടുമ്പോൾ വേഗം പാനം ചെയ്യുക, അത് നമ്മുടെ ഏറ്റവും ഒരു സാധകന് വേണ്ടതാണ്. എവിടെ വെച്ച് കിട്ടുന്നുവോ ഉടനെ പാനം ചെയ്യുക. ഇവിടെ നമ്മുടെ പൂർവ്വപുണ്യം കൊണ്ട്, നമ്മുടെയൊക്കെ പൂർവ്വപുണ്യം കൊണ്ട് ഒരു മഹാത്മാവിനെ കൃത്യമായിട്ട് നമുക്ക് അതിഗഹനമായ വേദാന്ത തത്വത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൃപാപൂർവം കടാക്ഷപൂർവം നമുക്ക് നൽകുവാൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കരുത്. പശുക്കൾ ധാരാളം പുല്ലുള്ള സ്ഥലത്ത് പശുക്കൾ ഓടിപ്പോയി മേയും. മേഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്നീട് മേഞ്ഞ് ഇഷ്ടം പോലെ പുല്ലൊക്കെ ആയിക്കഴിഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിശ്രമ സ്ഥലത്തിരുന്ന് അത് മനനം ചെയ്യല്ല, അത് അയവിറക്കി മുഴുവൻ അത് ദഹിപ്പിച്ച് അതിൻ്റെ പോഷകം അതിൻ്റെ ശരീരത്തിലേക്ക് ലഭിക്കുന്നു. പാലായിട്ട് നമുക്കും ലഭിക്കുന്നു, നമ്മൾ ചൂഷണം ചെയ്യുന്നു ഏതായാലും. അപ്പോൾ അതുകൊണ്ട് കിട്ടുമ്പോൾ ധാരാളമായിട്ട് കഴിക്കുന്നത് പോലെ ആയിരിക്കണം ഒരു സാധകൻ. ലഭിക്കുമ്പോൾ എവിടെ സത്സംഗം ലഭിക്കുന്നുവോ അവിടെ നിന്ന് അറിവുകൾ ശേഖരിക്കുക, അറിവുകൾ ശേഖരിച്ച് മനനം ചെയ്യുക. മനനം ചെയ്തിട്ട് എത്രയോ മഹാത്മാക്കൾ ഉത്തരം നൽകാനുള്ള പ്രാപ്തിയുള്ള ആചാര്യന്മാർ എത്രയോ പേര് നമുക്കുണ്ട്, അവരുടെ കൃപ നമുക്കുണ്ട്. അവരോട് ചോദിച്ച്, സംശയങ്ങൾ ചോദിച്ച് ദൂരീകരിച്ച് മുന്നോട്ട് പോവുക. ഏതൊരു ഗൃഹസ്ഥനും ഈ സത്യത്തെ അറിയാം എന്ന് ഉറപ്പാണ്, പക്ഷെ അങ്ങനെ എത്രയോ ഗൃഹസ്ഥന്മാര് ധന്യമായ ജീവിതം നയിച്ചവരുണ്ട്. പക്ഷേ ആ ശ്രദ്ധ നമുക്കുണ്ടാവണം.
അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രഹ്മം ഇവിടെ പറയുന്നത്? ബ്രഹ്മം നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിതേ സ്ഥിതാഹ. ദോഷരഹിതമാണ് ബ്രഹ്മം. ബ്രഹ്മം ഒരിക്കലും ദോഷസഹിതമല്ല. ദോഷരഹിതമായ ബ്രഹ്മത്തെ അറിഞ്ഞവനും ദോഷരഹിത സ്വരൂപനാണ്. അതുകൊണ്ട് ആ സ്വരൂപസ്ഥിതിയിൽ അമർന്ന മഹാത്മാവിനെ നമ്മൾ ബ്രഹ്മസ്വരൂപനായിട്ട്, ബ്രഹ്മം തന്നെയായിട്ട് മാനിക്കുന്നു. ജീവിക്കുന്ന ഉപാധിയിൽ തിളങ്ങുന്ന ബ്രഹ്മമായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ മാത്രമല്ലേ നമുക്ക് സംശയം ചോദിക്കാനും നമ്മളെ കൈപിടിച്ച് നയിക്കുവാനും നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കുവാനുള്ള ഒരു ഉപാധിയായിട്ട് ആ ഒരു ഈശ്വര ഇച്ഛയാൽ ആ ബ്രഹ്മം ഉപാധിയിൽ തിളങ്ങുമ്പോൾ അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കി നമുക്കും ആ ബ്രഹ്മമായി മാറുവാൻ സാധിക്കണം. ഗുരുനാഥൻ ആധ്യാത്മവിദ്യയിൽ ഗുരുനാഥൻ അനുഭവിക്കുന്ന സത്യത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അതിനെ ആ രീതിയിൽ കൈപിടിച്ചുയർത്തുകയാണ്. മറ്റ് പല വിദ്യകളിലും ഒരുപക്ഷെ തൻ്റെ അത്ര അറിവ് തൻ്റെ താഴെ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ പലരും തടസ്സപ്പെട്ടു എന്ന് വരും, മറ്റ് അപരാവിദ്യയ്ക്ക്. എന്നാൽ പരാവിദ്യയിൽ ഗുരുവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? താൻ ഉപദേശിച്ച ആ സത്യത്തെ പിൻപറ്റി ഒരാൾ കൃതാർത്ഥതയിലേക്ക് തൻ്റെ ശിഷ്യന്മാർ ഉയരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഗുരുസേവ വേറെ ഇല്ല ലോകത്ത് എന്നാണ് യഥാർത്ഥം. അതുകൊണ്ട് ഗുരുസേവ എന്ന് പറയുമ്പോൾ ഗുരുനാഥൻ എന്തിനു വേണ്ടിയിട്ടാണോ ഏത് രീതിയിൽ ഉപാസിച്ച് ആ ഉപാസനയിലൂടെ ഗുരുനാഥൻ നമുക്ക് ശിഷ്യനെ കൃത്യമായിട്ട് നയിച്ച് ലക്ഷ്യബോധം കാട്ടിക്കൊടുത്തു. അതിനു വേണ്ടിയിട്ട് ജീവിതം പൂർണ്ണമായിട്ട് വിനിയോഗിച്ച് ആ കൃതാർത്ഥതയിലേക്ക് ഒരു ശിഷ്യൻ ഉയരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആ ഗുരുവിനോട് ചെയ്യുന്ന ഗുരുസേവയാണ്. മറ്റ് സേവകളൊക്കെ വ്യവഹാരത്തിൽ ആവശ്യമാണ്, വേണ്ട എന്നല്ല, അതൊക്കെ വ്യവഹാരത്തിലാണ്. അത് നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി ഉപയോഗപ്രദവുമാണ്. സകല കർമ്മങ്ങളും ആ ഗുരുസേവയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മുടെ അന്ധകരണത്തിൻ്റെ ശുദ്ധിക്ക് കാരണമാവും. കാരണം അന്ധകരണ ശുദ്ധി നേടിയതിന് ശേഷമേ നേടുന്നതിലൂടെ മാത്രമേ ഈ സത്യത്തെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ എന്ന് ഒരുപാട് പ്രാവശ്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. ആ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ബാഹ്യമായിട്ട് മറ്റു ഒന്നുമില്ല. ഈ ശരീരം ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ കിട്ടും, സോപ്പും അതും ഇതൊക്കെ കിട്ടി ശരീരത്തെ ശുദ്ധീകരിക്കാം. പക്ഷേ അന്ധകരണത്തെ, മനസ്സിനെ, ബുദ്ധിയെ ശുദ്ധീകരിക്കുവാൻ ബാഹ്യമായിട്ടൊരു കെമിക്കലുമില്ല. അവിടെ ഈശ്വര വിചാരം, നാമജപം, അതുപോലെ ആചാരനിഷ്ഠമായ ജീവിതം, ഗുരുസേവ, ഗുരുഭക്തി, ശ്രദ്ധ, സമാധാനം തുടങ്ങിയിട്ടുള്ള ഒരു ജീവിത വീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അന്ധകരണം ശുദ്ധമാവും. എൻ്റെ അന്ധകരണം ശുദ്ധമായോ എന്ന് ഓരോ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തികളിൽ ഒക്കെ സ്വാഭാവികമായിട്ടത് സ്ഫുരിക്കും. അങ്ങനെ ആ അന്ധകരണ ശുദ്ധിയുടെ ഗുണം എന്താണ്? ആത്യന്തികമായ മോക്ഷം അവിടെ ഇരിക്കട്ടെ, പ്രാഥമികമായ അന്ധകരണ ശുദ്ധിയുടെ ഗുണം എന്താണ്? നമുക്ക് ശാന്തിയും സന്തോഷവും ക്രമികമായിട്ട് വർദ്ധിച്ചു വരും. ആനന്ദം അവിടെ നിൽക്കട്ടെ, ആ സന്തോഷമെങ്കിലും നമുക്ക് ക്രമികമായിട്ട് വർദ്ധിച്ചു വരും. ഒരു സുഖം, ഒരു ശാന്തി ലഭിക്കും. മറ്റ് ബാഹ്യമായിട്ട് ഒട്ടനവധി സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആന്തരികമായ സുഖം ലഭിച്ചില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല. അപ്പൊ ആന്തരികമായ സുഖം, ആനന്ദം ലഭിക്കണമെങ്കിൽ അതിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം. ആന്തരികമായ ഒരിക്കലും നഷ്ടപ്പെടാത്ത ആനന്ദത്തെ അനുഭവിച്ച മഹാത്മാക്കൾ പറയുന്നു, ഞങ്ങളിതാ ഈ ആനന്ദത്തെ അനുഭവിക്കുന്നു. ധന്യോഹം കൃതകൃത്യോഹം എന്ന് പറയുവാൻ അവർക്ക് സാധിച്ചു. ഞാൻ ധന്യനാണ്, ഞാൻ കൃതകൃത്യനാണ്, ഞാൻ ധന്യനാണ്, ഞാൻ കൃതകൃത്യനാണ് എന്ന് സ്വയം അനുഭവത്തിൻ്റെ ധാർഢ്യതയിൽ വിളിച്ചു പറഞ്ഞ മഹാത്മാവ് പറയുന്നു, നിങ്ങൾക്കും ധന്യരാവാം, നിങ്ങൾക്കും കൃതകൃത്യരാവാം. അതിനുള്ള മാർഗം കൃത്യമായിട്ട് അവർ ഉപദേശിച്ചു. ആ ഉപദേശത്തിൻ്റെ കൃപയുടെ മാർഗമാണ് നമുക്ക് ശാസ്ത്രങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ശാസ്ത്രം ശ്രവണം ചെയ്യുവാനും അത് മനനം ചെയ്യുവാനും സാധിക്കുമ്പോൾ അതും പൂർവ്വ പുണ്യത്തിൻ്റെ ഫലമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിതേ സ്ഥിതാഹ. അങ്ങനെ ആ ബ്രഹ്മത്തിൽ സ്ഥിതനായി കഴിയുമ്പോൾ അവരെ കൊണ്ട് ഈ ലോകത്തിന് ഉപകാരമുണ്ട്. പ്രത്യേകിച്ച് ലോകത്തോട് കൃപ എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടുള്ള കൃപയല്ല. ഒരു മഹാത്മാവ് ലോകകൃപ കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറയാമെങ്കിലും ആ മഹാത്മാവിന് പ്രത്യേകിച്ച് ഒരു ലൗകികന്റെ അറ്റാച്ച്മെന്റ് എന്ന പോലെ ലോകത്തോട് അറ്റാച്ച്മെന്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ ദുഃഖിക്കുന്നവരോട് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടല്ല, മറിച്ച് അത് അവരുടെ സ്വഭാവമാണ്. അയം സ്വഭാവ സ്വതയേവ യത്പരശ്രമാപനോദം പ്രവണം മഹാത്മന സുധാംശുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാവിതപ്തം അവദീക്ഷിതിം കില എന്ന് പറയും. അതായത്
ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ കിരണങ്ങളേറ്റ് തപിച്ച ഈ ഭൂമിയെ എങ്ങനെയാണോ ചന്ദ്രൻ തൻ്റെ സ്വതസിദ്ധമായ ആ പൂനിലാവിൻ്റെ ആ ഒരു തണുത്ത കിരണങ്ങളെ കൊണ്ട് ഈ ഭൂമിയെ സ്വാന്തനപ്പെടുത്തുന്നത്, ഇതുപോലെ ആ സൂര്യകിരണങ്ങളേറ്റ് തപിച്ച ഭൂമിയെ ചന്ദ്രൻ സ്വയം അത് ഏറ്റെടുത്തുകൊണ്ട് ആ ഭൂമിയെ തണുപ്പിക്കുന്നത് പോലെ ഈ ഈ സംസാര അഗ്നിയിൽപ്പെട്ട് ദുഃഖിച്ചു കഴിയുന്ന മനുഷ്യനെ ആ ഒരു കൃപ കൊണ്ട് ഗുരുക്കന്മാര് അവരെ സ്വാന്തനിപ്പിക്കുന്നു. അപ്പോൾ കൃപ എന്ന് പറയുന്നത് സൂര്യന്റെ കൃപയല്ല പ്രകാശം, സൂര്യന്റെ സ്വഭാവമാണത്. ചന്ദ്രന്റെ കൃപയല്ല ആ തണുത്ത രശ്മി, അതതിൻ്റെ സ്വഭാവമാണ്. അഗ്നിയുടെ കൃപയല്ല ചൂട്. നമ്മൾ തണുത്ത് വിറച്ചൊരു സമയത്ത് ഒരു അഗ്നിയുടെ അടുത്തേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മുടെ തണുപ്പ് മാറി. നമ്മൾ പറയാണ് എന്തൊരു കൃപ അഗ്നിക്ക്, എൻ്റെ തണുപ്പൊക്കെ മാറ്റിയില്ല. കൃപയല്ല, അതിൻ്റെ സ്വഭാവമാണത്. ആ തരത്തിൽ ഗുരുവിൻ്റെ സ്വഭാവമാണ് എന്ത് ഈ നമ്മൾ കൃപ എന്ന് പറയുന്നത്. അവരുടെ സ്വഭാവമാണ്. കാരണം തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല, എല്ലാം തൻ്റെ സ്വരൂപമാണ്. എൻ്റെ സ്വരൂപമായിട്ടുള്ള ഈ ഒരു ജീവന്മാര് ഇന്നലെകളിൽ ഞാനും അജ്ഞാനദശയിൽ ദുഃഖിച്ചും ഒക്കെ നടന്നിരുന്നു. അതിനെ ഈ ഒരു സത്യത്തെ അറിഞ്ഞപ്പോൾ ആ ആനന്ദമായ ആ സ്വരൂപത്തിൽ ഇരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൂടി വാരി വിതറിക്കൊണ്ട് അവരും കൂടി ഉയർന്നു വരട്ടെ. അത് കൃപയല്ലാതെ അവരുടെ സ്വഭാവമാണ്. അപ്പം അങ്ങനെയുള്ള മഹാത്മാക്കളെ കൊണ്ട് ധന്യമാണ് ഭാരതത്തിൻ്റെ മണ്ണ് എല്ലാ കാലവും. ഇവിടെ ഗ്രാമാന്തരങ്ങളിൽ പോലും വേദാന്ത ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് വാങ്ങുവാനുമുള്ള ഒരു ജനസമൂഹം എന്നും ഉണ്ടായിരുന്നു. സത്യത്തെ വിളിച്ചു പറഞ്ഞവർ ലോകത്ത് പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും സത്യം വിളിച്ചു പറഞ്ഞവരുണ്ട്. പക്ഷേ അവരെയൊക്കെ ഒന്നുകിൽ ജയിലിൽ അടച്ചും ആണിതറച്ചും വിഷം കൊടുത്തും കൊന്ന ചരിത്രമാണ് നമുക്ക് ലോക ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഭാരതത്തിൽ ഋഷിവര്യന്മാർ ഈ സത്യത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധാരണക്കാരനായവനും ചിന്തിച്ചത് എന്താണ്? ആ മഹാത്മാവ് പറയുന്ന ഏതോ വലിയ കാര്യമാണ്, ഭവ്യമായ കാര്യമാണ്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും ആ മഹാത്മാവിനെ പൂജിക്കുന്നു, ആ മഹാത്മാവിൻ്റെ വാണികളെ പൂജിക്കുന്നു. അവർക്ക് ചിലപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷെ ആ വാണികളെ പൂജിക്കുന്നു. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. കാരണം ഇവിടെ ആധ്യാത്മികത എന്നുള്ളത് ഓരോ മനുഷ്യജീവനിലും എന്നല്ല, പ്രകൃതിയിൽ എല്ലായിടത്തും സ്പന്ദിക്കുന്ന ഒരു മണ്ണാണിത്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ആ മഹിമയെ ലോകം ആദരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഒരു മണ്ണിൽ നമ്മൾ ജനിച്ചു. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുവാനുള്ള അനുഭവികളായ ആചാര്യന്മാരെ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സത്യത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. കാരണം അങ്ങനെ പ്രയത്നിക്കുമ്പോൾ ഇവിടെ കാലത്തെക്കുറിച്ച് പറഞ്ഞു. ഈ കാലത്തെ നമ്മൾ അതിക്രമിക്കുന്നു. നേരത്തെ സ്വാമിജിയും ഇവിടെ സൂചിപ്പിച്ചു. അതായത് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. എന്നാൽ പരപ്രകൃതിക്ക് അധീനമായാലോ 1000 ആണ്ട് ഒരു 10,000 ആണ്ട് ഒരു അല്പനിമിഷം മാത്രം. ആ ആനന്ദത്തെ അനുഭവിക്കുന്ന മഹാത്മാവിന് ഒരു 10,000 ആണ്ടുണ്ടെങ്കിലും അതൊരു അല്പനിമിഷം പോലെ കടന്നു പോകും. കാരണം അവർ ആനന്ദ തുന്തിലിതമായി ജീവിക്കുകയാണ്. എന്നാൽ ദുഃഖത്തിൻ്റെ മഹാഭാണ്ഡവും പേറി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഓരോ നിമിഷം കടന്നു പോകാൻ ഒരു മണിക്കൂർ, ഒരു ദിവസം കടന്നതുപോലെ തോന്നും. അപ്പം ആരാണ് ദുഃഖമുണ്ടാക്കുന്നത്? ആരാണ് സുഖമുണ്ടാക്കുന്നത്? ദുഃഖമുണ്ടാക്കുന്നതും സുഖമുണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധനത്തിനും ദുഃഖത്തിനും കാരണം. നമ്മുടെ ബന്ധനത്തിനും മോചനത്തിനും കാരണം നമ്മുടെ മനസ്സാണ്. അപ്പോൾ നമ്മുടെ ആ ബന്ധനത്തിൻ്റെ കാരണം നമ്മുടെ മനസ്സാണെങ്കിൽ ദുഃഖമുണ്ടാക്കുന്നത് നമ്മളാണ്. ആ ദുഃഖത്തെ അഴിച്ചു മാറ്റേണ്ടതും നമ്മൾ തന്നെയാണ്. ദുഃഖത്തെ അഴിച്ചു മാറ്റാൻ മറ്റാർക്കും സാധിക്കില്ല. അവർക്ക് ഉപദേശിക്കാൻ സാധിക്കും, ഇന്ന രീതിയിൽ മുൻപോട്ട് പോകൂ, ഈ ദുഃഖത്തിനൊന്നും ശാശ്വതമല്ല. ഈ ലോക വിഷയങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഈ ലോക വിഷയത്തിൽ നിന്ന് ലഭിക്കുന്ന ശാന്തിയും ആനന്ദവും സ്ഥായിയല്ല. അത് താൽക്കാലികമാണ്. അത് ഇന്ന് സുഖമാണെങ്കിൽ നാളെ ദുഃഖമായിരിക്കും. അതുകൊണ്ട് ലോക വിഷയങ്ങളൊന്നും വേണ്ട എന്നോ ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് എല്ലാവരും നാളെ ത്യാഗത്തിൻ്റെ ആ ഒരു പാതയിലേക്ക് വരണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. മറിച്ച് അത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ധർമ്മം നിർവഹിക്കുക. ഒരു ബ്രഹ്മചാരി ആ ബ്രഹ്മചാരിയുടെ ധർമ്മം നിർവഹിക്കുക, ഒരു ഗൃഹസ്ഥൻ ആ ഗൃഹസ്ഥൻ്റെ ധർമ്മം നിർവഹിക്കുക, ഒരു വാനപ്രസ്ഥൻ അയാളുടെ ധർമ്മം നിർവഹിക്കുക, ഒരു സന്യാസി അയാളുടെ ധർമ്മം നിർവഹിക്കുക. അപ്പോൾ ഗൃഹസ്ഥനെ സംബന്ധിച്ചും ബ്രഹ്മചാരിയെ സംബന്ധിച്ചും ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആചരിക്കേണ്ട തൻ്റെ ഉത്തരവാദിത്വത്തെ ആചരിച്ചുകൊണ്ട് ഇതിനപ്പുറത്താണ് ഇതിൽ നിന്ന് പരിപൂർണമായ ആനന്ദമോ സുഖമോ ലഭിക്കില്ല. മറിച്ച്
ഇത് വിഷയലോകമാണ്. ഇത് ഉണ്ടായി നിലനിന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി വളർന്ന് തളർന്ന് നശിക്കുന്നതാണ്. ഷഡ്ഭാവത്തിലൂടെ പോകുന്ന ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതിയിലുള്ള ഏതൊരു വികാരജന്യമായിട്ടുള്ള ഏതൊരു പദാർത്ഥവും താൽക്കാലികം മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ശാശ്വതമായ സുഖം നേടാമെന്നുള്ള ഇന്നലെകളിലുള്ള അജ്ഞാനം കൊണ്ടാണ് നമ്മൾ മറ്റെല്ലാം മാറ്റിവെച്ച് വേദാന്ത ക്ലാസ്സും അതും ഇതും എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ആ വിഷയത്തിൽ വട്ടം കറങ്ങിയത്. പക്ഷേ ഇന്ന് നമുക്കത് മനസ്സിലായി. ഇന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ആ മനസ്സിലായ ആ സൂചന കിട്ടി അതിനെ പിൻപറ്റി പോവുക. തേ പരാങ്ദർശിന പ്രത്യക്തത്വ വിവർജിതാഹ എന്ന് പറയും. കുർവതേ കർമ്മഭോഗായ കർമ്മകർത്തും ച പുഞ്ചതേ നദ്യാം കീടാം വിവാവർത്താത് അവർത്താന്തരമാശുതേ പ്രജന്തോ ജന്മനോ ജന്മ ലഭന്തേ നൈവ നിർവൃതിം. അതായത് ഒഴുകുന്ന വെള്ളത്തിൽ ഒരു കൂറ ഇങ്ങനെ ഓരോ ചുഴിയുണ്ടാവും. ആ ചുഴിയിൽ കൂറ ഇങ്ങനെ വട്ടം കറങ്ങും. അവിടെ നിന്ന് അത് രക്ഷപ്പെട്ട് കരയിലേക്ക് കയറി പോകാം, പക്ഷെ ശ്രമിക്കില്ല. അതിന് സുഖം ഈ വട്ടം കറങ്ങലാണ്. അപ്പോൾ ഈ ജന്മം പോലെ ഇങ്ങനെ പല പല ജന്മങ്ങൾ നമ്മൾ വട്ടം കറങ്ങി അതിൽ സുഖം കണ്ടെത്തുകയാണ്. എന്നാൽ ഒരിക്കലും കരയിലേക്ക് പോകാൻ അതിന് തോന്നുന്നില്ല. കരയിൽ പോയാൽ രക്ഷപ്പെടാം, പക്ഷെ പോകുന്നില്ല. ഇതിലിങ്ങനെ വട്ടം കറങ്ങി ജന്മങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഏതോ ഒരു ദേശികൻ, ഒരു ഗുരുനാഥൻ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തെ പിൻപറ്റിയാൽ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഗുരുനാഥൻ ഈ വട്ടം ചുറ്റുന്ന ഈ നദി കടന്നിട്ട് ഗുരുനാഥന് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. പക്ഷേ നേരത്തെ പറഞ്ഞ അവരുടെ സ്വഭാവമാണത്. അതുകൊണ്ട് അവർ ആ നദിയുടെ കരയിൽ ഇരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സത്കർമ്മ പരിഭാഗാത്തെ കരുണാനിധിനോദ്ധൃത പ്രാപ്യതീര തരുച്ഛായ വിശ്രാമ്യന്തി യഥാസുഖം എന്നൊക്കെ പഞ്ചദശിയിൽ പറയും. അപ്പോൾ അങ്ങനെ ആ ഗുരുനാഥൻ ഈ സംസാര നദിയിലൂടെ ഒഴുകി വരുന്ന ജീവന്മാരിൽ ആര് പാകപ്പെടുന്നുവോ അവരെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ട് ആ ഗുരുനാഥൻ എല്ലാ കാലവും ഈ സംസാര നദിയുടെ മറുകരയെ താണ്ടിയവർ മറുകരയിൽ ഇരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് പാകപ്പെട്ടുപോയെന്ന് അറിയുക? ഗുരുക്കന്മാർക്കറിയാം. പക്ഷേ പാകപ്പെടുന്നവനെ ഗുരുനാഥന്റെ കൈ പിടിക്കാൻ തോന്നുള്ളൂ. ഗുരുനാഥൻ കൈ നീട്ടി നിൽക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും പിടിക്കാം. പക്ഷേ പാകപ്പെട്ടവൻ തീർച്ചയായിട്ടും ആ കൈ പിടിക്കാൻ തയ്യാറാവും. കൈ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അവരെ കരകയറ്റും. എന്നാൽ നേരെ മറിച്ച പാകപ്പെടാത്തവരോ ആ ഗുരുക്കന്മാർക്കൊന്നും വേറെ പണിയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് ഇതിലിങ്ങനെ ആനന്ദിച്ച് ഒഴുകി സാഗരത്തിൽ പതിക്കും. അപ്പൊ ആ പാകപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പാകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഗുരുനാഥനുണ്ട്. ഗുരു ഉയർത്താൻ നമ്മളെ ഈ മായയിൽ നിന്ന് രക്ഷിക്കുവാൻ ഗുരുനാഥനുണ്ട്, ശാസ്ത്രമുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ കൃപയുണ്ട്, ഈ പരമാത്മാവിന്റെ കൃപയുണ്ട്. അപ്പൊ ആ കൈ പിടിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ നേരത്തെ പറഞ്ഞു എന്താണ്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ എല്ലാം ഈശ്വരാർപ്പിതമായിട്ട് മാറുക. നമ്മുടെ കർമ്മങ്ങൾ എല്ലാം ഈശ്വരാർപ്പിതമായിട്ട് മാറുമ്പോൾ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും. അന്ധക്കരണ ശുദ്ധിയിൽ സൂക്ഷ്മ ബുദ്ധി ഉണ്ടാവും. സൂക്ഷ്മ ബുദ്ധിയിൽ വിചാര സാധ്യതയ്ക്ക് കൂടുതൽ തിളക്കം ലഭിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഗുരുക്കന്മാരുടെ കൈ പിടിക്കാൻ നമുക്ക് തോന്നും. കൈ പിടിച്ചാൽ മതി, ബാക്കി അവർ നോക്കിക്കൊള്ളും. അവരിൽ സമർപ്പിക്കപ്പെട്ടാൽ ബാക്കി ആ കാര്യങ്ങൾ എന്താണോ അവൻ്റെ ശ്രേയസ്, ആ ശ്രേയസ്സിന് വേണ്ടത് നൽകിയിരിക്കും. നമ്മൾ ഇച്ഛിച്ചത് നൽകണമെന്നില്ല. നമ്മുടെ എന്തൊക്കെ ന്യൂനതകളുണ്ടോ അതിനെ ഇല്ലാണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആവണമെന്നില്ല. പക്ഷേ നമ്മുടെ ശ്രേയസ്സിനായിരിക്കും എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഇത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല ആശ്രമങ്ങളിലൊക്കെ ഇന്ന് സൗകര്യമില്ലാത്തത് കൊണ്ടൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പലരും അവിടെ നല്ല ക്ലാസ് നടക്കുന്നുണ്ട്, പക്ഷെ താമസിക്കാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? നമ്മുടെ തന്നെ ശ്രദ്ധ കുറവാണ്, നമ്മുടെ പാകത കുറവാണ്, നമ്മുടെ പുണ്യക്കുറവാണ്. എന്നാൽ എല്ലാത്തിനെയും മാറ്റിവെച്ച് വന്നാലോ ഇന്നലെകളിൽ നമ്മൾ കിടന്നുറങ്ങിയ AC മുറിയേക്കാളും അനന്തമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കും. ഒരു പുൽപ്പായേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആനന്ദമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് ലഭിച്ചത് ആനന്ദ സ്വരൂപത്തെ അറിയുന്ന ആനന്ദ അമൃത വർഷിണികളാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് ആനന്ദമായിട്ട് സുഖമായിട്ട് നമുക്ക് കഴിയാൻ സാധിക്കും. ഇതൊരിക്കലും നശിക്കാത്തതായതുകൊണ്ട് ഇത് ജീവിതത്തിൽ ലഭിച്ച ഈ അമൃതമാണ് വേദാന്തം. ഈ അമൃതത്തെ ഒരിക്കലും ലഭിച്ചു കഴിഞ്ഞു, ഇത് ഗുരുനാഥൻ നമ്മുടെ കയ്യിൽ ഒഴിച്ചു തന്നു, ഇത് കുടിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഇതൊരിക്കലും കളയാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പാനം ചെയ്താൽ അമൃത സ്വരൂപന്മാരായിട്ട് മാറുവാൻ നമുക്കും സാധിക്കും. അപ്പം അതിലേക്ക് ഉയരുവാനുള്ള പുണ്യജീവന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാവും. ഒരുപക്ഷെ ഒരു വേദാന്ത ക്ലാസ് കൊണ്ട് തന്നെ ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പാകതയ്ക്കനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ശ്ലോകത്തിൻ്റെ ബാഹ്യതലത്തിലൂടെ മാത്രം പോയി
ഇത് കൃത്യമായിട്ട് സ്വാമിജി ഭാഷ്യത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരും. ഈ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ബാഹ്യതലം മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു ശ്ലോകത്തിൽ നിന്നുകൊണ്ട് 1 മണിക്കൂർ സംസാരിക്കുക എന്ന് വെച്ചാൽ ഇതിനോടനുബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. ശ്ലോകത്തിൽ ഇത്രയേ ഉള്ളൂ. അതായത് സാമ്യവും സ്ഥിതവുമായ നിർദോഷമായ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവർ അവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാലത്തെ അതിക്രമിക്കുന്നു. അവർ കാലദേശ കാലത്തെയും ദേശത്തെയും അതിക്രമിച്ച എപ്പോഴും നിലനിൽക്കുന്ന ബ്രഹ്മസ്വരൂപന്മാരായിട്ട് തന്നെ അവർ ഇരിക്കുന്നു എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. അത് എങ്ങനെയാണ് അത് നേടാൻ സാധിക്കുക, നേടിയാൽ എന്താണ് ഗുണം, അത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം എന്താണ്, അതാണ് നമ്മളെ സംബന്ധിച്ച് സാധകന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പം അതുമായി അനുബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. പിന്നെ 50 12:50 എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്താ വെച്ചാൽ ഇതിൽ പല വിഷയങ്ങളും നമ്മൾ പറയും, അത് നമ്മളോട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. അറിയുന്നതാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, ഇല്ലെങ്കിൽ സ്വാമിജി വൈകിട്ട് അതിന് കൃത്യമായിട്ട് മറുപടി നൽകിയിരിക്കും. ഗഹനമായ ചോദ്യങ്ങളൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് മഹാനായ ഗുരുനാഥൻ ഇവിടെ ഉണ്ട്, സ്വാമിജി ചോദിക്കും. എന്തെങ്കിലുമൊക്കെ ലളിതമായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും. നമ്മളാ ധന്യതയിലേക്ക് ഉയർന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് മനോഹരമായിട്ട് ഋഷി പറയും. കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധര പുണ്യവതീചതേന അപാര സംവിത് സുഖസാഗരേസ്മിൻ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേതഃ. ആരുടെ ചേതസ്സാണോ ആ പരമമായ ബ്രഹ്മത്തിൽ ലീനമായിരിക്കുന്നത് അയാളുടെ കുലം പവിത്രമാകുന്നു. കുലം എന്ന് പറയുമ്പോൾ കുടുംബമല്ല, അതിനപ്പുറത്ത് തലമുറകൾ പവിത്രരാകുന്നു. കുലം പവിത്രം ജനനീകൃതാർത്ഥ, ആ ജ്ഞാനിയെ പ്രസവിച്ച അമ്മ കൃതാർത്ഥയാണ്. ആ ജനിച്ച മണ്ണ് കൃതാർത്ഥയാണ്. ജനനീകൃതാർത്ഥ. വസുന്ധര പുണ്യവതീചതേന, ഈ ഭൂമി കൃതാർത്ഥയാണ്. ആ മഹാത്മാവ് വസിക്കുന്ന ഭൂമി, ഈ ലോകം കൃതാർത്ഥമാണ്. വസുന്ധര പുണ്യവതീചതേന അപാര സംവിത് സുഖസാഗരേസ്മിൻ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേത. ആരുടെ ചേതസ്സാണോ അപാര സംവിത്തായിട്ടുള്ള ആ പുണ്യത്തിൽ അമർന്നിരിക്കുന്നത്, അവരെ ദർശിക്കുവാനും അവരിൽ നിന്ന് ഉപദേശം ലഭിക്കുവാനും സാധിക്കുന്നത് മഹാഭാഗ്യമാണ്. അതിൻ്റെ ആ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം, നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ നിമിഷവും ചോദ്യങ്ങളാവട്ടെ, ഉത്തരങ്ങളാവട്ടെ, ചർച്ചകളാവട്ടെ, പൂർണ്ണമായിട്ടും അതിൽ തന്നെ ഇരിക്കുക. തച്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. എങ്ങനെ ഇത് ഉറപ്പിക്കാം, എങ്ങനെ ഈ സത്യത്തെ ഉറപ്പിക്കാൻ? വളരെ ലളിതമായി പറഞ്ഞു. തച്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം. അതിനെ ചിന്തിക്കുക, അതിനെ തന്നെ പരസ്പരം ചർച്ച ചെയ്യുക, അത് തന്നെ വിചാരം ചെയ്യുക. മറ്റൊട്ടനവധി ലോക വിഷയങ്ങൾ ഇങ്ങനെ അടിച്ചു കയറാൻ വേണ്ടിയിട്ട് ചുറ്റുപാട് നിൽക്കുകയാണ്. ആ ലോക വിഷയങ്ങളുടെ ഉള്ളിൽ കടന്നിട്ടാണ് നമ്മൾ അതിനെ വകഞ്ഞു മാറ്റിയിട്ട് ഈ ലോക വിഷയങ്ങളിൽ ആകുന്ന മായയെ വകഞ്ഞു മാറ്റിയിട്ട് നമ്മൾ ഈ സത്യമാകുന്ന ഉണ്മയെ വാരി കുടിക്കുവാൻ വേണ്ടിയിട്ട്, പാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ലോക വിഷയങ്ങൾ എങ്ങനെയൊക്കെ മായ നമ്മളെ പിടിച്ച് വട്ടം കറക്കുമെന്നൊന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ മായയിൽ വട്ടം കറങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തത്ചിന്തനം തത്കഥനം, അത് തന്നെ ചിന്തിക്കുക, അത് തന്നെ പരസ്പരം ചർച്ച ചെയ്യുക. നമ്മളിത് കഴിഞ്ഞ് ഗ്രൂപ്പ് ചർച്ചയായാലും താമസിക്കുന്ന സ്ഥലത്തായാലും ഒക്കെ അത് തന്നെ ചർച്ച ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചയാവാം, അത് വിമർശന ബുദ്ധിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് ചർച്ചയാവാം, ശാസ്ത്രാനുസൃതമായിട്ട്. ദുസ്തർക്കാത് സുവിരമ്യത എന്ന് പറയും, തർക്കോനുസന്ധീയതാം. അപ്പോൾ ദുസ്തർക്കം ഒഴിവാക്കി തർക്കം, ശാസ്ത്രാനുസൃതമായിട്ടുള്ള തർക്കങ്ങളാവാൻ നല്ലതുമാണ്. ആ തർക്കത്തിലൂടെയാണ് കൂടുതൽ ആശയങ്ങൾ സ്പഷ്ടമാവുക. അപ്പം അങ്ങനെ തച്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം, നമ്മുടെ സുഹൃത്തുക്കളായാലും എല്ലാവരുമായിട്ട് അത് ചർച്ച ചെയ്യുക. അങ്ങനെ ഗുണമുണ്ട്. ഇപ്പം നമ്മൾ തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കടയിലെത്തി അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മളെന്തെങ്കിലും ദൈവിക കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവർ വേഗം എഴുന്നേറ്റ് പോയിക്കൊള്ളും. അപ്പോൾ നമുക്ക് ഗുണമുണ്ട്, കുറേ വ്യവഹാരങ്ങൾ കുറഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. വേദാന്തം പഠിച്ച ഒരുപാട് ഗുണങ്ങളുണ്ട്, പറയാൻ സമയമില്ല. ഇപ്പോൾ ഇവിടെ എപ്പോഴും സ്വാമിജിയൊക്കെ പറയുന്നൊരു ഉദാഹരണമല്ല, നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഒരു സ്വാമിജിയുടെ സന്തത, അതായത് സാരഥിയായിട്ടിരുന്ന ഒരാളുണ്ട്, ഇപ്പോഴും ഉണ്ട്.
ഓടി നടക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇവിടെ സ്വാമിജി ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ് വണ്ടി ഇവിടെ നിർത്തി പോവുകയാണ് റോഡിലൂടെ. പോകുന്ന സമയത്ത് അവിടെ മുഴുവൻ പൂർണ്ണമായിട്ട് വെള്ളം അടിച്ചിട്ട് ലക്കും ലഗാനും ഇല്ലാതെ ഒരാൾ റോട്ടിൽ നിന്നിട്ട് ചീത്ത പറയാണ്. ആരെയൊക്കെ ഇങ്ങനെ പറയാണ്. മുമ്പിൽ ഇദ്ദേഹത്തെ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തെ ഒരുപാട് ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹം സുഖമായിട്ടെല്ലാം കേട്ടു. എല്ലാം കേട്ട് ഒന്ന് മറുപടി പറയാൻ അതെല്ലാം കേട്ടിട്ട് പോകുന്ന വഴിക്ക് തത്വമസി എന്നും പറഞ്ഞ് ഇദ്ദേഹം പോയി. മനസ്സിലായല്ലോ അർത്ഥം? അപ്പം അങ്ങനെ വേദാന്തം പഠിച്ച ഇങ്ങനെയൊക്കെ പല ഉപകാരമുണ്ട്. വലിയ തരത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ രീതിയിലൊക്കെ സാധിക്കുന്ന. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന അമൃതാണ് ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള. ദേവന്മാർക്ക് അമൃത് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു, എന്നാലും ദേവന്മാർക്ക് മരണമുണ്ട് പോലും. ഇവിടെ ഈ ലോകത്ത് നമ്മളെ അമൃതത്വത്തിലേക്ക് ഉയർത്തുന്ന അമൃതാണ് ഉപനിഷദാദി വാക്യങ്ങൾ, ഭഗവത്ഗീതയും ഒക്കെ. ക്രമികമായിട്ട് ഇത് വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്നാണ് ഭഗവത്ഗീതയെ ആചാര്യസ്വാമികൾ വിവരിച്ചത്. കാരണം കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എല്ലാം സമുച്ചയിച്ച വേദത്തെ ഇവിടെ കർമ്മയോഗത്തിലൂടെ ആദ്യം അർജുനന്റെ ദുഃഖം, അത് കഴിഞ്ഞപ്പോൾ ആ ദുഃഖത്തെ മാറ്റുവാൻ പരമമായ ലക്ഷ്യം ഭഗവാൻ കാട്ടിക്കൊടുത്തു 2-ാം അധ്യായത്തിൽ. ആ ലക്ഷ്യം കാട്ടിക്കൊടുത്താൽ പോരാ, മാർഗവും ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ 3-ാം അധ്യായത്തിലേക്ക് താഴ്ന്നു വന്ന് വീണ്ടും ഭഗവാൻ കർമ്മയോഗത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജ്ഞാനത്തിൻ്റെ മഹത്വം പറയുന്നു. അത് കഴിഞ്ഞ് പരമമായ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ 5-ാം അധ്യായത്തിൽ പറയുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് അതിവിടെ ഭക്തി വരുന്നു. 12-ാം അധ്യായമാകുമ്പോഴത്തേക്ക് ഭക്തി വരികയാണ്. അതിനു മുൻപായിട്ട് ആ ഭക്തിയെ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിശ്വരൂപ ദർശനം കാട്ടിക്കൊടുത്തു. അതുവരെ അർജുനൻ എൻ്റെ സഖാവാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ ചിന്തിച്ച അർജുനൻ അങ്ങനെ പൂർണ്ണമായ മുൻപേ തന്നെ ചില ലക്ഷണങ്ങളൊക്കെ ഭഗവാൻ കാട്ടിക്കൊടുത്തു. എങ്കിലും മായയാണല്ലോ, പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഭഗവാനോട് ചിലപ്പോൾ ആജ്ഞാപിച്ചു എന്ന് വരും, ആ കുതിര അങ്ങോട്ട് നീക്കൂ, ഈ കുതിര ഇങ്ങോട്ട് നീക്കൂ എന്നൊക്കെ പറഞ്ഞു എന്ന് വരും. അപ്പോൾ അവിടെ വിശ്വരൂപ ദർശനം കാട്ടിക്കൊടുത്തപ്പോൾ അർജുനൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ വിശ്വരൂപ ദർശനം കാണുവാൻ എനിക്ക് ഭയമാകുന്നു, അതുകൊണ്ട് അങ്ങ് ആ പൂർവ്വരൂപം പ്രാപിച്ചാലും എന്ന്. അത് പ്രാപിച്ചു കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ട് 12-ാം അധ്യായത്തിൽ ഭക്തിയോഗം ഉപദേശിക്കുകയാണ്. ആരാണ് ഭക്തൻ, ആരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ എന്ന് ഉപദേശിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് അവസാനം ദൈവാസുര സമ്പദ് വിഭാഗം, തൻ്റെ ദൈവികമായതും ആസുരികവുമായ സ്വഭാവം നമ്മുടെ തന്നെ ഉള്ളിലാണ്. എന്തൊക്കെയാണ് ദൈവികമായ സ്വഭാവം വർദ്ധിച്ചൊരു മനുഷ്യൻ്റെ ചേഷ്ടകൾ, എന്താണ് ആസുരിക സ്വഭാവം വർദ്ധിച്ചൊരു മനുഷ്യൻ്റെ ചേഷ്ടകൾ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ 17-ാം അധ്യായത്തിലൂടെയൊക്കെ പോകുമ്പോൾ സാധിക്കും. ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന് എടുത്ത് വായിച്ചിട്ട് നമ്മൾ ദൈവമാണോ അസുരനാണോ എന്ന് സ്വയം ചിന്തിക്കുക. നമ്മൾക്ക് അസുരനാണെങ്കിൽ നമ്മൾ മാത്രം വിലയിരുത്തിയാൽ മതി. ആസുരിക ഭാവമാണ് നമ്മുടെ ഉള്ളിൽ കൂടുതലെങ്കിൽ ദൈവിക ഭാവത്തിലേക്ക് എങ്ങനെ ഉയരാം എന്ന് അവിടെ ഭഗവാൻ കൃപാപൂർവ്വം നമ്മളോട് ഉപദേശിക്കുന്നു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അവസാനം 18-ാം അധ്യായത്തിൽ ഈ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ടതിനെ എല്ലാം ചേർത്ത് വെച്ച് പൂർണ്ണമായിട്ട് നമ്മളെ ഉപദേശിച്ചുകൊണ്ട് മാശുജ, അതുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ ഉപദേശം അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ച ഇതെല്ലാം കേട്ട സഞ്ജയൻ അവസാനം പറഞ്ഞു, എവിടെയാണോ അറിവിൻ്റെ മൂർത്തിയായ ഭഗവാനും എവിടെയാണോ കരുത്തിൻ്റെ മൂർത്തിയായ അർജുനനും ഒന്നിച്ച് സമ്മേളിക്കുന്നത്, അവിടെ മാത്രമേ നീതിയും ന്യായവും ധർമ്മവും എല്ലാം ശാശ്വതമായിട്ട് നിലനിൽക്കുള്ളൂ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ എന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാവണം, നമ്മുടെ ഉള്ളിൽ കരുത്തും ഉണ്ടാവണം. അറിവോട് കൂടിയിട്ടുള്ള കരുത്ത്, ആ കരുത്തിനെ എങ്ങനെ വിനിയോഗിക്കണം, എന്തിന് വിനിയോഗിക്കണം എന്നുള്ള ബോധം നമുക്കുണ്ടാവും. കേവലം കരുത്ത് മാത്രമേ ഉള്ളൂ, അറിവില്ല എങ്കിൽ ആ കരുത്ത് വഴിതെറ്റിപ്പോയിട്ട് അത് നമുക്കും സമൂഹത്തിനും അപകടകരമാവും. അറിവുണ്ട് പക്ഷെ കരുത്തില്ലെങ്കിൽ ആ അറിവിനെ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അറിവും കരുത്തും നമ്മുടെ ഓരോ വൈയക്തികമായ ജീവിതത്തിലും ഉണ്ടാവണം. ആ കരുത്ത് തപസ്സിലൂടെ നേടുക, ഉപാസനയിലൂടെ നേടുക. ഉപാസനാബലം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ പരമമായ വേദാന്തം ശരിയാണ്, അതിലേക്കാണ് എത്തിച്ചേരേണ്ടത്. പക്ഷേ പ്രാഥമികമായിട്ട് നമുക്ക് ഉപാസന ഉണ്ടാവണം. ഇന്നലെ സ്വാമിജി സൂചിപ്പിച്ചു, നമ്മൾ പലപ്പോഴും പ്രഭാഷണ വേദിയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും പറയുന്ന കാര്യം ഇതാണ്. ഒരനുഭവം, അതായത് കഴിഞ്ഞ കൊറോണ കാലത്ത്, ആ കൊറോണയുടെ സമയത്തൊക്കെ പല അമ്മമാരും ഒക്കെ അച്ഛന്മാരൊക്കെ വന്ന് ആശ്രമത്തിലൊക്കെ വന്ന് കരഞ്ഞ് പറയാറുണ്ടായിരുന്നു, എൻ്റെ മകൻ ആഫ്രിക്കയിലാണ്, എൻ്റെ മകൻ അമേരിക്കയിലാണ്, എൻ്റെ മകള് ലണ്ടനിലാണ്, അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല, ഫോൺ വിളിക്കാനാവുന്നില്ല, ഒരു ബന്ധപ്പെടാൻ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപാസന ബലമുണ്ടോ?
എന്തെങ്കിലും ഒരു ഉപാസനാ ബലം, നിങ്ങൾ ഏതെങ്കിലും ഒരു ഉപാസനാ ദേവതയെ നിങ്ങൾ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആ ഉപാസനാ ദേവതയോട് പറയൂ, എൻ്റെ മകനെ നോക്കിക്കൊള്ളണമേ, എൻ്റെ മകളെ നോക്കിക്കൊള്ളണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപാസനാ ധാർഢ്യമുണ്ടെങ്കിൽ ആ അമ്മ നോക്കിയിരിക്കും, ഉറപ്പാണ്. പക്ഷെ പലർക്കും അങ്ങനെ ഒന്നില്ല നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രഭാഷണ പരമ്പരയൊക്കെ എപ്പോഴും പറയും, ഒരു ലളിതാ സഹസ്രനാമമെങ്കിലും ദിവസവും ഒന്ന് ചൊല്ലു. പിന്നെ വിഷ്ണുവാണ് ഇഷ്ടദേവനെങ്കിൽ വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലു. ദിവസവും ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരമ്മ, ആ കുടുംബത്തിനോ ആ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ ഇനി സമൂഹത്തിൽ എവിടെയെങ്കിലുമോ ദുഃഖമുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ട്. എൻ്റെ അമ്മ എൻ്റെ മകനെ രക്ഷിക്കണേ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ, എൻ്റെ ഭാര്യയെ രക്ഷിക്കണേ, അല്ലെങ്കിൽ സമൂഹത്തിൽ എവിടെ ദുഃഖിക്കുന്നവരുണ്ടോ അവർക്കൊരു ആശ്വാസം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാതെ വിഷമം വരുമ്പോൾ ഓടി വന്നിട്ട് കാര്യമില്ല. മറിച്ച് ആ ഉപാസന ബലം ഉണ്ടെങ്കിൽ അവർക്ക് ഭയമുണ്ടാവില്ല. അതാണ് ഉപാസനയുടെ ധാർഢ്യം. ആ ഉപാസന നമ്മുടെ ഓരോ ജീവിതത്തിലും എല്ലാവർക്കും വേണം. ക്രമികമായിട്ട് ഉപാസനയൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഘട്ടം വരുമ്പോൾ കൊഴിഞ്ഞു പോകട്ടെ. ആദ്യം തന്നെ നമ്മൾ ഡിഗ്രി ക്ലാസ്സിനും പി ജിക്കും ചാടിക്കയറേണ്ട ആവശ്യമില്ല. 1-ാം ക്ലാസ് മുതൽ അങ്ങനെ പോകുക. ഇതിൽ പല ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ടാവും. ആധ്യാത്മിക സാധനയുടെ പല തലത്തിൽ ഉയർന്നവർ ഇവിടെ ഉണ്ടാവും. പ്രാഥമിക തലത്തിലുള്ളവരെ സംബന്ധിച്ച് ഉപാസനാനിഷ്ഠമായ ജീവിതം, അവിടെ ദിവസവും ഒരു ഉപാസന നമുക്കുണ്ടാവണം, നമുക്കൊരു ഇഷ്ടദേവത ഉണ്ടാവണം. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവത ഉണ്ടാവും. ആ ഇഷ്ടദേവതയിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഇഷ്ടദേവതയോട് പറയാം, ഈ മായയെ നീക്കി സായുജ്യം നൽകുവാൻ അല്ലയോ ഭഗവാനെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമേ. മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും നീ തന്നെ എന്ന് ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ ഇതിനെ ആ മായയെ നീക്കി സായുജ്യം നൽകുവാൻ സാധിക്കും. മമമായാ ദുരത്യയ മാമേവ ഏ പ്രപദ്യന്തേ മായാം ഏതാൻ തരന്തിതേ എന്ന് ഭഗവാൻ പറഞ്ഞു. എൻ്റെ മായയെ തരണം ചെയ്യാൻ വിഷമമാണ്, പക്ഷെ ആരാണോ എന്നിൽ സമർപ്പിതമായ ഭാവമുള്ളത് അവനെ ആ ദുരത്യയായ മായയെ ഞാൻ തരണം ചെയ്യിക്കാൻ ഞാൻ തയ്യാറാവുമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പം അതുകൊണ്ട് ഒരു ഉപാസനാമൂർത്തിയിലൂടെ നിഷ്ഠമായി മുന്നോട്ട് പോകുമ്പോൾ ഈ മായയെ തരണം ചെയ്ത് തൻ്റെ ഉപാസനാദേവതയെ സർവത്ര ദർശിക്കുവാനും ഓരോ അണുകണത്തിലും തൻ്റെ ഉപാസനാദേവതയെ ദർശിക്കുവാനും അതിനപ്പുറത്തെത്തുമ്പോൾ ആ ഉപാസനാദേവതയുടെ നാമരൂപങ്ങളും നഷ്ടപ്പെട്ട് സർവത്ര പരമസത്യത്തെ ദർശിക്കുവാനും സാധിക്കും എന്നുള്ളത് ആ തരത്തിൽ പോയ എത്രയോ മഹാത്മാക്കളുടെ അനുഭവമാണ്. അതുകൊണ്ട് ഉപാസന മോശമല്ല, അതുണ്ടാവണം. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ യാതൊരു ഉപാസനയുമില്ല. ആകെ ഉണ്ണുക, ഉറങ്ങുക, സന്താനോൽപാദനം നടത്തുക, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഒരു ഉപാസനയുമില്ലാത്തൊരു സമൂഹമായിട്ട് ഹിന്ദു സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിങ്ങനെ ഈ കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു ന്യൂ ജൻ എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനെ പോകുമ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നിർമ്മല ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. നിർമ്മല ബുദ്ധി ഇല്ലാത്തവർ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കിയാൽ അത് ലോകത്തിന് അപകടകരമായിരിക്കും. അല്ലേ, ചിന്തിക്കുക. ആദ്യം നിർമ്മല ബുദ്ധി ഉണ്ടാവണം. നിർമ്മല ബുദ്ധിയിൽ നിർമ്മിത ബുദ്ധി ആയിക്കോട്ടെ, നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രം. അതുകൊണ്ട് നിർമ്മല ബുദ്ധി ഉണ്ടായാൽ എല്ലാ തരത്തിലും ശാന്തിയും കൃതാർത്ഥതയും നമുക്കുണ്ടാകും. അത് കഴിഞ്ഞിട്ട് മതി നിർമ്മിത ബുദ്ധിയൊക്കെ. ആ നിർമ്മല ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഉപാസനാനിഷ്ഠമായ ജീവിതം, ശാന്തമായ ജീവിതം, എല്ലാത്തിനെയും സ്നേഹിക്കുവാനും എല്ലാത്തിലും നന്മയെ കാണുവാനും നമുക്ക് സാധിക്കണം. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. കാണാൻ വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ അന്ധകരണം ശുദ്ധമാവും തോറും സർവത്ര ആ ദൃഷ്ടി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. സ്വാഭാവികം, നേരത്തെ പറഞ്ഞതുപോലെ മഹാത്മാവിൻ്റെ കൃപ എന്നതുപോലെ അത് സ്വാഭാവികമായി വന്നു ചേരും. അങ്ങനെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇവിടെ അല്പസ്വല്പമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നത് എല്ലാം സ്വീകരിക്കുക, അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം ഭഗവാൻ ചോദിച്ചു പറഞ്ഞു. ഈ സദസ്സിന് എന്ത് വേണമോ അത് എന്നിലൂടെ ഭഗവാൻ അങ്ങോട്ട് നൽകി. അത് ഞാൻ ഉത്തരവാദിയല്ല. ഈ സദസ്സിന് വേണം, എവിടെയും പ്രഭാഷണം നടത്തുമ്പോൾ പറയാറതാണ്, നിങ്ങൾക്ക് എന്ത് വേണമോ അത് ഭഗവാൻ എന്നിലൂടെ നൽകി, അത്രയേ ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.